എന്തുകൊണ്ടാണ് ഈ രാമൻ സഖ്യം ചെയ്യുന്നു സുഗ്രീവനുമായിട്ട്. അത് കഴിയുമ്പോൾ ചോദിക്കുന്നു എന്താണ് കാരണം. കാരണം ചോദിക്കുകയാണ് രാമൻ. സുഗ്രീവനും ബാലിയുമായിട്ടുള്ള വഴക്കിന് കാരണം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പൊ പറയുന്നു മായാവി എന്ന് പറയുന്ന രാക്ഷസനാണ്. അവന്റെ അഹങ്കാരം കൊണ്ട് എന്താ ബാലിയുടെ കൊട്ടാരത്തിന് മുമ്പിൽ വന്ന് വെല്ലുവിളിക്കുകയും അപ്പൊ എന്താ ആ ഒരു ബാലിയുടെ ആകാര സൗഷ്ഠവം കണ്ടിട്ടും അദ്ദേഹത്തിന്റെ ആ കരുത്ത് കണ്ടിട്ടും ഈ മായാവി ഒരു ഗുഹയിൽ പോയി ഒളിക്കുകയും ചെയ്യാണ്. അവിടെ അതിന്റെ പുറകിൽ തന്നെ ബാലിയും പോകുന്നുണ്ട്. അപ്പൊ സുഗ്രീവനെ കാവല് നിർത്തിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇതിനകത്തുനിന്ന് ഗുഹയ്ക്കകത്തുനിന്ന് ചോര ഒഴുകി വരുമ്പോൾ മാത്രമേ നിർത്താവൂ എന്ന് പറയുന്നുണ്ട്. അത് ചോര കണ്ടാല് നീ ഗുഹ കവാടം അടച്ചിട്ട് തിരിച്ചു പൊക്കൊള്ളെന്ന് ബാലിയുടെ വാക്കാണ്. അപ്പൊ അതനുസരിച്ച് എന്താ അവിടെ നിൽക്കുകയാണ്, സുഗ്രീവൻ നിൽക്കുകയാണ്. ഒരു വർഷം നിന്നു എന്നാണ് നമ്മുടെ എന്താ പറയാ മറ്റേ എഴുത്തച്ഛന്റെ രാമായണത്തില്. അപ്പൊ ചിലയിടത്ത് 21 ദിവസം, നമുക്ക് അങ്ങനെ അതിന് കാലത്തിന്റെ വ്യത്യാസമുണ്ട്. ഒരു ദിവസം എന്താ അവിടുന്ന് രക്തം ഒഴുകി വരികയും ആ രക്തം കണ്ടിട്ട് ബാലി മരിച്ചു എന്ന് തീരുമാനിച്ചിട്ട് സുഗ്രീവൻ എന്ത് ചെയ്തു, ആ ഒരു ഗുഹ കവാടം അടച്ചിട്ട് നാട്ടിൽ ചെല്ലുകയാണ്. നാട്ടിൽ ചെന്നപ്പോ അവിടെ രാജാവ് ഇല്ലാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ സുഗ്രീവനെ രാജാവായിട്ട് വാഴിക്കുകയാണ്. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ബാലി തന്റെ മായാവി എന്ന് പറഞ്ഞ രാക്ഷസനെ വധിച്ചതിന് ശേഷം തിരിച്ച് കിഷ്കിന്ധയിൽ എത്തുമ്പോൾ അവിടെ സുഗ്രീവൻ രാജാവായിട്ടിരിക്കുന്ന കാണുന്നു. വളരെയധികം അദ്ദേഹത്തിന് ദേഷ്യം വന്നു. പക്ഷെ രണ്ടുപേരും പരസ്പരം അറിയാത്ത കുറ്റമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ബാലിയുടെ കുറ്റവുമല്ല, സുഗ്രീവന്റെ കുറ്റവുമല്ല. അപ്പൊ ബാലിയുടെ പക്ഷെ ആര് പറഞ്ഞിട്ടും ബാലി വിശ്വസിക്കാൻ തയ്യാറായില്ല. കാരണം തന്നെ ഈ രാജ്യം ലക്ഷ്യമാക്കി വെച്ചുകൊണ്ട് സുഗ്രീവൻ മനഃപൂർവ്വം ഗുഹാ കവാടം അടച്ചിട്ട് പോയതാണ്. അതുകൊണ്ട് നീ ഈ രാജ്യത്തിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ സുഗ്രീവനെ 4 അമാത്യരുമായിട്ട് 4 പേരുമായിട്ട് അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്യുകയാണ്. നിഷ്കാസനം ചെയ്തു. അപ്പൊ അവിടെ നിന്ന് ഈ പറഞ്ഞ വളരെ വിഷമത്തോടു കൂടി രാജാവായിരുന്ന സുഗ്രീവൻ എന്ത് ചെയ്തു, ഋഷ്യമൂകാചല പ്രവേശനമാണ് പിന്നെ. അപ്പോ നമ്മൾ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ കണ്ടു. രാമഭൂമിയെ കണ്ടു, നമ്മൾ ഏകാന്തമായിട്ടുള്ള യാത്ര കണ്ടു, രാമവിദ്യ എന്താണെന്ന് കണ്ടു, ശിവൻ പാർവതിയോട് പറയുന്ന രാമതത്വത്തെ കുറിച്ച് കണ്ടു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് കണ്ടതിന് ശേഷം എന്താ നമ്മള് തിരിച്ചു വന്നു. അപ്പൊ ഈ പറഞ്ഞ ഋഷ്യമൂകാചലത്തിൽ, അതായത് ജനിച്ചാൽ മരണമുണ്ട്, മരിച്ചാൽ ജനനമുണ്ട്. അപ്പൊ ഈ ആധ്യാത്മിക ശാസ്ത്രങ്ങള് ഈ പരിമിതികളെ കടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് വായിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ. കാരണം എന്നാ ലളിത സഹസ്രനാമം പറയുന്നു, തത്വാസന തത്വമയി തത്വമർത്ഥസ്വരൂപിണി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ ബ്രഹ്മവിദ്യ. ഈ പറഞ്ഞ ഏതും നമ്മുടെ സ്വയം ആത്മാവിനെ അറിയാനുള്ള വിദ്യയാണ്. അപ്പൊ ആ ഒരു ആധ്യാത്മിക ശാസ്ത്രങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ ബാലിയാവട്ടെ സുഗ്രീവൻ അവരെല്ലാം ഉപാസകരായിരുന്നു. ആ ബാലിയുടെ ബലം നമ്മൾ കണ്ടു. 7 സമുദ്രങ്ങൾ അദ്ദേഹം തർപ്പണം ചെയ്യുന്ന ആളായിരുന്നു. രാവണനെ വാലിക്കെട്ടിയിട്ട് 7 സമുദ്രം ചാടി 7 സമുദ്രം യോഗവിദ്യയാണ്. ആ ബാലി ഒരു ഉപാസകനാണെന്ന് നമ്മൾ കണ്ടു. സുഗ്രീവനും അതുപോലെ തന്നെ. അപ്പൊ ഇത് എന്താണ് സംഭവിച്ചത്? ഒരു തെറ്റിദ്ധാരണയുടെ പേരില് സുഗ്രീവനെ ബാലി പുറത്താക്കിയതാണ് എന്ന് രാമന് മനസ്സിലാവണം. അപ്പൊ ഈ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ കഥകൾ കേൾക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണ്ടിയത് എടുത്തോളണം. അപ്പൊ ഇനി എന്താ, മായാവിയെ കൊല്ലുവാൻ പോയ ബാലി 1 വർഷക്കാലത്തോളം ആ യുദ്ധം ചെയ്തുവെന്നും അവസാനം ചോരപ്പുഴ കണ്ടിട്ടാണ് വന്നത്. കിഷ്കിന്ധ അധിപതിയായി ഇരുന്നു. പക്ഷെ ഈ പറഞ്ഞ അറിയേണ്ടുന്ന ഒരു എന്താ പറയുക സത്യം ബാലിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഒരു കാരണവശാൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇത് മനഃപൂർവ്വമാണ്. സഹോദരനായിട്ടും ഇത്രയും സ്നേഹമായിട്ട് കഴിഞ്ഞിട്ടും മനഃപൂർവ്വമാണെന്ന് ചിന്തിച്ചിട്ടാണ് സുഗ്രീവനെ നിഷ്കാസനം ചെയ്തത് തന്റെ രാജ്യത്തുനിന്നും. അപ്പൊ എന്ത് ചെയ്യണം? ഒരു വരമുണ്ട്. നമുക്കിനി ബാലിയെ കുറിച്ചും കൂടെ അറിയാം. ബാലിക്ക് ഒരു വരമുണ്ട്, രാമബാണമേറ്റ് മാത്രമേ മരിക്കുകയുള്ളൂ എന്ന്. പക്ഷെ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു രഹസ്യം ബാലിയാണ്. അതായത് രാമന്റെ ഒളിയമ്പേറ്റ് മരിച്ച ബാലി ആരായിരുന്നു, എന്നാലേ നമുക്ക് ഈ കാര്യങ്ങളുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഒരു അധർമ്മ പ്രവൃത്തി എങ്ങനെയാ രാമന് ചെയ്യാൻ പറ്റുന്നത്? ഈ പറഞ്ഞ ബാലിയെ നേരിട്ട് വന്ന് കൊല്ലാൻ കഴിവുള്ള ആളല്ലേ രാമൻ. അദ്ദേഹം എന്തിനാ ഒളിയമ്പ് ചെയ്യണത്? ഒന്ന്, അദ്ദേഹത്തിന് ഒരു വരം ഉണ്ടായിരുന്നു. 2, ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പറഞ്ഞ ബാലി കൃഷ്ണാവതാര കാലത്ത് ജര എന്ന് പറയുന്ന ഒരു വേടനായിരുന്നു. അതായത് ജരയാണ് കൃഷ്ണപാദങ്ങളിലെ ഒളിയം വഹിച്ചിട്ട് കൃഷ്ണന് സ്വർഗാരോഹണം കൊടുക്കുന്നത്. ജരൻ എന്ന അമ്പും വില്ലും കൊണ്ട് നടക്കുന്ന ഒരാള്, ജരൻ, കാട്ടാളൻ. അപ്പൊ ഇവിടെയാണ് നിയതിയുടെ കളി നമ്മൾ കാണുന്നത്. നമ്മൾ നമ്മുടെ ഓരോ സംഭവങ്ങള് കാര്യകാരണങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കണം. അപ്പൊ ആരാണ് ഈ ജരൻ എന്ന് ചോദിച്ചാൽ സാമ്പൻ.
സാമ്പൻ പ്രസവിച്ച ഇരുമ്പുലക്ക എന്താ ചീകി രാഗി അത് ഒരുപാട് പുല്ലുകളായിട്ട് മാറി എവിടെ എന്താ പറയാ അരം ഉള്ള പുല്ലായിട്ട് മാറി ബാക്കിയുള്ള ഒരു ചെറിയ കഷ്ണം അതിനെ എന്ത് ചെയ്തു കൂർപ്പിച്ച് അമ്പാക്കി കൊണ്ട് നടക്കുക. എന്തിന്? ഈ വേടന്റെ കയ്യില് അമ്പെന്ന് പറഞ്ഞാൽ എന്താ? മൃഗങ്ങളെ വെടിവെക്കാൻ. അപ്പൊ അങ്ങനെ ഒരു എന്താ ഈ കൃഷ്ണൻ അവസാന കാലത്ത് അദ്ദേഹത്തിന് സ്വർഗാരോഹണ സമയമായപ്പോ കാട്ടി വന്നിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ പാദത്തിന്റെ അടി കണ്ടിട്ട് ഒരു എന്താ പക്ഷിയാണെന്നോ ഒരു മൃഗത്തിന്റെ ഇതാണെന്നോ എന്തോ തെറ്റിദ്ധരിച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? കൃഷ്ണപാദത്തിൽ അമ്പയക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഈശ്വര ഭാവത്തിൽ പോലും മനുഷ്യനായിട്ട് വന്നാൽ നിഷേധിക്കാൻ പറ്റാത്ത ഒരു കർമ്മത്തിന്റെ ഗതിയാണ്, കർമ്മഫലത്തെയാണ്. നമുക്ക് എന്താ ഒളിയമ്പ് ചെയ്ത് കൊന്ന അതേ രീതിയിൽ എന്ത് ചെയ്യുന്നു? ഒളിയമ്പ് കൊണ്ടുള്ള മരണം. ആരാണ്? രാമൻ ഒളിയമ്പ് ചെയ്ത് നമ്മുടെ ബാലിയെ കൊന്നെങ്കില് തിരിച്ച് വേറൊരു ജന്മത്തിൽ വന്നിട്ട് ആ കൃഷ്ണാവതാര കാലത്ത് രാമൻ കൃഷ്ണനായിട്ട് മാറിയപ്പോ ഈ പറഞ്ഞ ആ ഒരു ജരൻ എന്ത് ചെയ്യുന്നു? ആ ജരൻ ബാലിയാണെന്നാണ് അത് ശരിക്കും എല്ലാ പുരാണങ്ങളും പറയുന്നത്, ബാലിയാണ്. അപ്പൊ ആചാര്യപക്ഷം അങ്ങനെയാണെങ്കിലും യഥാർത്ഥത്തിൽ കർമ്മത്തിന്റെ ഗതിയെ നമ്മൾ ഇത് കാണുന്നു. അതായത് ആ ജരൻ ശ്രീകൃഷ്ണനെ ഒളിയമ്പ് ചെയ്ത് അദ്ദേഹത്തിന്റെ സ്വർഗ ആരോഹണത്തിന് കാരണമാവുകയാണ്. അപ്പൊ ബാലി ഒരു വലിയ ഉപാസകനായിരുന്നു. എന്നിട്ട് എന്താ പറയാ, സുഗ്രീവനേക്കാളും ഭക്തനുമായിരുന്നു. ഈ ജരൻ ആണെങ്കിലോ കാട്ടാളനും ആയിരുന്നു. എന്തുകൊണ്ടാണ് ഈ വലിയ ഭക്തനായിട്ടിരുന്ന ബാലി ഇത്രയും ഉപാസകനായിട്ട് ഈ കാട്ടാളനായിട്ട് വരാൻ കാരണം? അദ്ദേഹത്തിന്റെ അധാർമിക പ്രവൃത്തി തന്നെ. സപ്തസാഗര തർപ്പണം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എന്താ? പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ വരമോ രാമബാണം കൊണ്ടുള്ള സത്സംഗം. രാമബാണം കൊണ്ട് മരിച്ചിട്ട് അദ്ദേഹം പുനർജനിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ കണ്ടു മാരീചനും ഒരു രാമബാണം ഏറ്റപ്പോ അദ്ദേഹത്തിന്റെ ഉള്ളിലെ മനസ്സിൽ വ്യത്യാസം വന്നു, അദ്ദേഹത്തിന്റെ ദർശനം കൊണ്ടും. അപ്പൊ നമ്മള് ഈ പറഞ്ഞ ഏത് ഉപാസനാ മാർഗം സ്വീകരിക്കുമ്പോഴും പൂർണ്ണമായിട്ട് സാത്വികമായിട്ടിരിക്കുന്ന സത്തായിട്ടിരിക്കുന്ന ഏതിനെ ഉപാസിക്കുമ്പോഴും നമ്മുടെ മനസ്സിന് മാറ്റം വരും. അതാണ് നമ്മൾ അറിയേണ്ടത്. ആ ഒരു പുനർജന്മ തത്വത്തിന് നമ്മൾ എല്ലാവരും തന്നെ, ഞാനും നിങ്ങളും എല്ലാം പുനർജന്മ തത്വത്തില് അധിഷ്ഠിതമാണ് നമ്മുടെ ജീവിതങ്ങളിൽ. നമ്മള് എന്താ പറയാ, ഒരു പ്രേതമായിട്ട് ജീവിക്കാതിരുന്നാൽ ഭാഗ്യം. എന്താ വെച്ചാൽ പ്രേതം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്രകർഷേണ ജായതേ ഇതി പ്രേത. നമ്മുടെ പിതൃക്കൾ, അതായത് മുത്തപ്പനും ബ്രഹ്മരക്ഷസും ഒക്കെ അമ്പലപ്പറമ്പില് വെയിലും മഴയും കൊണ്ട് നനഞ്ഞിരിക്കുന്ന ഒരു ഗതികെട്ട അവസ്ഥ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മുടെ പിതൃക്കളെയൊക്കെ എവിടെയാ സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന? ക്ഷേത്രത്തിലാ. കാരണം എന്താ? അവര് ദൈവത്തെ പോലെ ഉയർന്ന സങ്കല്പം ഉള്ളത് കൊണ്ട്. ഈ പറഞ്ഞ യോഗീശ്വരൻ എന്ന് പറയുന്ന അമ്മാവന്മാര് കാശി പോയി അവിടെ വെച്ച് മരിച്ചെങ്കിൽ അവരെ എന്താ പറയാ, യോഗീശ്വരനാക്കും. അവര് യോഗം ചെയ്തു എന്നർത്ഥം. പക്ഷെ ഒരിക്കലും നമ്മൾ ക്ഷേത്രങ്ങളുടെ ചുറ്റളവിനകത്ത്, ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് അവരെ സ്ഥാപിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോഴത്തെ തന്ത്രശാസ്ത്രത്തിന്റെ ഗതി. കാരണം എന്ന് വെച്ചാൽ അവർക്ക് മോക്ഷപ്രാപ്തി കൊടുക്കണം. അവർക്ക് ജന്മങ്ങൾ, ഈ പറഞ്ഞ ബാലി ഇത്രയും ഉപാസകനായിട്ടും അദ്ദേഹത്തിന് അടുത്ത ജന്മം വേണ്ടി വന്നു. കൃഷ്ണനെ അമ്പ ചെയ്ത് കൊല്ലാൻ വീണ്ടും ഒരു ജന്മം ബാക്കി വന്നു. അപ്പൊ നമ്മൾ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാല് അവരെ ഒരിടത്തും പോവാതെ കെട്ടിപ്പൂട്ടുക എന്നർത്ഥം. ബ്രഹ്മരക്ഷസ് എന്നൊക്കെ പറഞ്ഞ് ബ്രാഹ്മണൻ ബ്രഹ്മവിദ്യ അറിഞ്ഞവൻ മരിക്കുമ്പോൾ നമ്മള് ബ്രഹ്മരക്ഷസ് എന്ന് പറയും. ആരെങ്കിലും ഒക്കെ നമ്മളെ കൊണ്ടുവന്ന് അമ്പലത്തിന്റെ അവിടെയൊക്കെ തറച്ചു വെച്ചാല് ആവാഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിന്റെ ആ ഒരു എനർജി അവിടെ കൊണ്ടുവന്നിട്ട് ഈ ആളാണെന്ന് സങ്കല്പിക്കുക. അപ്പൊ ഈ പറഞ്ഞ നമ്മുടെ ശരീരം വിട്ടുപോയ ഒരു പിതൃവിന് എന്താ പറയാ, ചില ബന്ധനങ്ങൾ വരും എന്ന് പറയുന്നു, നമുക്കറിയില്ല. അപ്പൊ ഇനി ജനിക്കുന്നത് എന്താ? പിന്നെ ജനിക്കാൻ കാരണം എന്താ? ഈ പൂർത്തീകരിക്കാത്ത കർമ്മങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാനാണ്. അപ്പോ ബാലി രാമബാണമേറ്റ് പതിക്കുമ്പോ രാമൻ തന്റെ മടിയിൽ കിടത്തി ബാണത്തെ ഊരുകയാണ്. ആ മരണ സമയമായപ്പോ സാക്ഷാൽ രാമചന്ദ്രന്റെ സുന്ദര മുഖം ഒന്ന് കണ്ട് മതിയായില്ല. വീണ്ടും 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 ആദ്യമായിട്ട് കാണുക, ഒളിയമ്പെയ്ത് കൊന്ന ആളിനെ തന്നെ വധിച്ച വ്യക്തിയെ ഒന്ന് കാണണം. എത്ര കണ്ടിട്ടും ബാലിക്ക് അങ്ങോട്ട് മതിയാവുന്നില്ല. ആ ഒരു ജീവിത സാക്ഷാത്കാരം എന്ന് പറയും, ആ ഒരു മനസ്സിന്റെ തേങ്ങല്, ആ പൂർണ്ണമായിട്ട് കിടക്കുന്ന ചില മോഹങ്ങളുടെ പൂർത്തി, ആ ജീവാത്മാവ് പരമാത്മാവില് ലയിക്കാനുള്ള വെമ്പല്, ആ ഒരു കണ്ടിട്ട് മതിയായില്ല അദ്ദേഹത്തിന്റെ ആ രൂപം എന്നാണ് പറയുന്നത്. ആ ഒരു സാക്ഷാത്കാരത്തിന്റെ മുഴുവൻ പടവുകൾ തന്റെ ഉപാസനയിലൂടെ അദ്ദേഹത്തിന് നേടാൻ പറ്റിയില്ല. അടുത്ത ജന്മം ഇനി ഒരു കാട്ടാളന്റെ ജന്മം എടുക്കേണ്ടി വരും. കാരണം ആ ഒരു ധർമ്മം, കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം വിട്ടുപോയത് കൊണ്ട്. കാട്ടാളനായിട്ട് ഭഗവാനെ തേടി നടക്കുകയാണ് അടുത്ത ജന്മം വരുമ്പോ. ഭഗവത്ഗീതയിലാണെങ്കിലും കഠോപനിഷത്തിലാണെങ്കിലും ഒരു ജീവൻ എപ്പോഴാ തേടി നടക്കുന്നത്? ആ ഒരു പരമാത്മാവിനെ തന്റെ ഉപാസനാ മാർഗത്തില് എന്തൊക്കെയാണോ ലക്ഷ്യം വെച്ചത് അത് പൂർത്തി അടയാതെ വരുമ്പോ ആ ജീവൻ തേടി നടക്കും. അതാണ് ജര. തേടി നടന്നു കൃഷ്ണനെ. കാരണം
ഈ ബാലിയുടെ ജന്മത്തില് ശ്രീരാമന്റെ മടിയിൽ കിടന്ന് രാമബാണമേറ്റ് മരിച്ചിട്ടും ആ ബാണം ഊരിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ കരുണാപൂർണമായിട്ടുള്ള ആ ഒരു കണ്ണുകൾ കണ്ടിട്ടും സ്പർശമേറ്റിട്ടും എന്തൊക്കെയോ ഇനിയും പൂർത്തീകരിക്കാനുണ്ട് എന്നുള്ള ബാലിയുടെ അഭിവാഞ്ച. കുറച്ചു സമയമല്ലേ എനിക്ക് കിട്ടിയുള്ളൂ, അത് മരണസമയമാകുമ്പോൾ ജീവൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമ്പോ അതൊരു വലിയ വിഷമമാണ്. ആ സമയത്ത് ഒരു സ്ട്രഗിളിങ് ആണില്ലേ. നല്ലതാണ് കണ്ടത്, പക്ഷെ ആഗ്രഹം കടന്നു ബാക്കി. അതായത് കുറച്ചു സമയം കൂടെ കാണാൻ പറ്റിയെങ്കിൽ എന്നുള്ള ആഗ്രഹം. അപ്പൊ എന്താ ഈ പറഞ്ഞ ആ ഒരു കാട്ടാളനായിട്ട് ജനിച്ചപ്പോഴും കൃഷ്ണൻ എവിടെ, കൃഷ്ണൻ എവിടെ, കൃഷ്ണൻ എവിടെ, ആ കൃഷ്ണപാദങ്ങൾ. പക്ഷെ അമ്പ ചെയ്യുന്നത് അറിയാതെയാണ്, കൃഷ്ണന്റെ പാദം വിചാരിച്ചിട്ടല്ല. എങ്കിലും അദ്ദേഹം ആ ജന്മം മുഴുവനും തേടി നടക്കുകയാണെന്ന് പറയുന്നു കൃഷ്ണനെ. നമ്മളും അതുപോലെ ഉപാസനാ മാർഗത്തിലാണെങ്കിലും എന്ത് പൂർത്തീകരിച്ചില്ലയോ അടുത്ത ജന്മം നമ്മൾ അവിടെ നിന്ന് തുടങ്ങേണ്ടതായിട്ട് വരും. അപ്പൊ കാട്ടാളൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അപരാവിദ്യകളെല്ലാം അറിയാം എങ്കിലും പരാവിദ്യ അറിയാത്തവൻ എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. അതായത് ജീവനെ സംബന്ധിച്ച് നമ്മൾ പ്രണവോ ധനുഹു, പ്രണവമാകുന്ന ഓംകാരത്തെ ധനുസാക്കണമെന്നും ജീവനെ അമ്പായിട്ട് അസ്ത്രമായിട്ട് കാണണമെന്നും ലക്ഷ്യം ബ്രഹ്മത്തെ ഉന്നമാക്കി അയക്കണം. ഇതാണ് ഭഗവത്ഗീത ഉപനിഷത്ത് എല്ലാം നമ്മൾ പഠിക്കുന്ന. കാരണം ജീവൻ ശരമാണ്, എവിടെ ചെന്ന് തറയ്ക്കുന്നോ അവിടെ നിൽക്കുന്നു. ആ ഒരു ലക്ഷ്യം വേണം, അത് ശരമാണ്. എവിടെയാണ് എത്തിച്ചേരേണ്ടത്? ആ ബ്രഹ്മത്തിലേക്ക്. അപ്പൊ ഓം എന്നുള്ള ബ്രഹ്മ തത്വത്തിലേക്ക് ജീവനെ നമ്മൾ തൊടുത്തു വിടണം. അപ്പൊ ഉപാസകനായ ബാലി രാമബാണമേറ്റ് തന്റെ മടിയിൽ കിടന്ന് മരിച്ച് അടുത്ത ജന്മത്തിലും ഭഗവാനെ തേടി നടക്കുകയാണ്, ജീവനാകുന്ന അമ്പും പേറി പരാശരനെ പോലെ. പരാശരൻ നമുക്കറിയാം, പരാശരൻ എന്നാൽ പരത്തിൽ അമ്പ എയ്യുവാൻ നടക്കുന്നവൻ പരാശരൻ. പരാശരൻ എന്ന വ്യക്തി കാളിയെ കണ്ടു മോഹിച്ചു. നമ്മൾ കഥ കേട്ടിട്ടില്ലേ? എന്താ പരാശരൻ, എന്താ ഈ പറഞ്ഞ വ്യാസന്റെ ജനനം, ആ ഒരു കാളിയെ കണ്ടു മോഹിച്ചു, അതിൽ വ്യാസനെ പ്രസവിച്ചു എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ചിന്തിച്ചു നോക്കൂ, അതൊക്കെ കഥയാണ്. അതിൽ ഒരുപാട് ആന്തരിക അർത്ഥങ്ങളാണുള്ളത്. ഈ ശരീര ഈ വ്യാവഹാരിക തലത്തിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റൂ. നമ്മൾ അതിനെ അതിക്രമിക്കുന്നില്ല. കാലത്ത് തരണം ചെയ്യുന്നവളാണ് കാളി. ആ കാളി എന്ന് പറഞ്ഞാൽ നമ്മളെ കാളി ദേവിയല്ല, അവിടെ വന്ന ആ ഒരു സ്ത്രീ, ആ ഒരു തോണി കടത്താൻ നിന്ന സ്ത്രീയാണ് കാളി എന്നുള്ള പേര്. ആ ഭഗവതി ഇദ്ദേഹത്തെ അക്കരെ കടത്തി എന്നാണ് സത്യം. ശരിക്കും പറഞ്ഞ സംസാര സാഗരം കടക്കുവാൻ ഒരു തോണിയുമായി നിൽക്കുന്നവൾ താര അഥവാ കാളി. ആ കൈവർത്തകൻ, അതായത് പരാശര മഹർഷിയെ അക്കരെ എത്തിച്ചു, ലക്ഷ്യത്തിൽ എത്തിച്ചു എന്നർത്ഥം. അപ്പോ സംസാരം എന്നുള്ള സാഗരം കടന്ന് അക്കരെ എത്തിയപ്പോൾ ഒരു കുട്ടി ജനിച്ചു, അതാണ് വ്യാസൻ. വ്യാസൻ എന്ന് പറഞ്ഞാൽ ആ വേദത്തെ നസിക്കാൻ കഴിവുള്ളവൻ, ഭഗവാൻ എന്നർത്ഥം. ശരിക്കും കൃഷ്ണദ്വൈപാനനൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ വിഷ്ണുവിന്റെ അവതാരം തന്നെയാണ് വ്യാസൻ. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? പുരാണ ഇതിഹാസങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കഥയിൽ നിന്ന്, അതായത് നമ്മുടെ പലതരം മനുഷ്യരുടെ എന്താ പറയാ വയറ്റിപ്പഴപ്പിനായിട്ട് ഓരോന്ന് ഓരോ രീതിയിൽ വ്യാഖ്യാനിക്കും. പക്ഷെ ഉപാസകരുടെ മാർഗം അതല്ല. ഇത് നമ്മൾ അതിൽ നിന്നുള്ള തത്വം ഉൾക്കൊള്ളണം, അതിന് മാർഗം വേണം. ആ മാർഗം എടുത്തിട്ട് ഭാഗവതമാണെങ്കിലും രാമായണമാണെങ്കിലും ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാവൂ. ഇല്ലെങ്കിൽ എന്താ, എത്ര സപ്താഹങ്ങൾ നടത്തിയാലും ഈ പറഞ്ഞ കൊലയും കാമവും എന്തുകൊണ്ടാണ് വർദ്ധിച്ചു വരുന്നത്? എത്ര സപ്താഹങ്ങൾ നടക്കുന്നു? ക്ഷേത്രങ്ങളിൽ സപ്താഹം നടക്കാത്ത ദിവസങ്ങളില്ല. അത്രയ്ക്ക് ആളുകൾ പോവുകയും വരികയും ചെയ്യുന്നു. എന്താ, വെറും കഥകളിൽ നിൽക്കുക. എന്നിട്ട് പറയും ഇത് ത്രേതായുഗത്തിൽ നടന്നതല്ലേ, ഇപ്പൊ നടക്കില്ലല്ലോ, ഇതൊന്ന് പണ്ട് നടന്നല്ലേ, ഇതൊന്നും ഇപ്പൊ നടക്കില്ല എന്ന് പറഞ്ഞ് നമ്മള് തിരിച്ച് ഭക്ഷണവും കഴിച്ച് വീട്ടിൽ വരും. നമ്മുടെ ജീവിതത്തിൽ ഒന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പോ കഥ എന്ന് പറഞ്ഞാല് നോവൽ വായിച്ചിട്ടുള്ള കഥാപാത്രങ്ങളല്ല പുരാണങ്ങൾ. അങ്ങനെ പുച്ഛിച്ച് കളയുകയും ചെയ്യരുത്. ഇന്നത്തെ സമൂഹം എന്താ, അവർക്ക് ഈ പറഞ്ഞ രാമായണവും മഹാഭാരതവും ഒക്കെ വെറും കഥകളായിട്ട്, ഒരു കോമിക്, ഒരു സ്റ്റോറീസ്, കൊച്ചു കുട്ടികൾക്ക് അങ്ങനെയാ പറഞ്ഞു. കഥ എന്ന് പറഞ്ഞാൽ ഇമാജിനേറ്ററി ആണ്. അതൊരു നമ്മുടെ ഇമാജിനേഷനിൽ ഉണ്ടായതാണ്. ഇത് പുരാണങ്ങൾ അങ്ങനെ അല്ല. ശരിക്കും പറഞ്ഞ പുരാണങ്ങൾ മനുഷ്യന്റെ ആ പറഞ്ഞ ആ ഒരു വ്യക്തിത്വത്തിന് മാറ്റം വരുത്തണം, ചിത്തശുദ്ധി ഉണ്ടാവണം. അതിലെ കഥാപാത്രങ്ങൾ എന്തൊക്കെ ചെയ്തോ ആ കാര്യങ്ങൾ നമ്മളിലൂടെ അത് പ്രാവർത്തികമാക്കി നമ്മളും ആ തലത്തിലെത്തണം. നമ്മൾ എത്ര എണ്ണം എല്ലാം കാണുന്ന എന്താ, യോഗം മോക്ഷം. അപ്പൊ നമ്മുടെ ലക്ഷ്യം അതാണെങ്കിൽ നമ്മൾ യോഗം ചെയ്ത് മോക്ഷ പദത്തിലേക്ക് പോകണം. അപ്പൊ ജരന്റെ ഭഗവത് പാദത്തിലേക്ക് അയച്ച അമ്പ കഴിഞ്ഞ ജന്മത്തില് എന്താ ആ കർമ്മത്തിന്റെ ബാക്കിയാണെന്ന് നമുക്ക് കാണാം. പക്ഷെ രാമന്റെ തലത്തിലേക്ക് ഉയർന്ന് രാമതത്വത്തിലേക്ക് ഉയരാൻ പറ്റണം എങ്കിലേ നമുക്കിത് മനസ്സിലാക്കൂ. ആ ഒരു ബാലിക്ക് ആ പൂർത്തീകരണം കിട്ടാനാണ് കൃഷ്ണപാദത്തിൽ അമ്പയിച്ച് ആ തത്വത്തിൽ ലയിച്ച് പൂർത്തീകരണം ഉണ്ടായത്. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മുടെ ജീവിതത്തിലെ കോംപ്ലിമെന്ററി, അതായത് നമ്മൾ അനുകൂലമായിട്ട് പല സന്ദർഭങ്ങളും വന്നു എന്ന് പറയണേ, ദാറ്റ് വിച്ച് ഈസ് ഇൻഡെപ്റ്റഡ് ഫോർ കംപ്ലീഷൻ.
പൂർത്തിയാകാത്ത കർമ്മത്തിന്റെ പൂർത്തീകരണം. എപ്പോഴും ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എന്തിന്റെയൊക്കെയോ തുടർച്ചയാണ്. എല്ലാം എവിടെയും നോക്കൂ, നമ്മൾ പറയും ഇത് എന്തിന്റെയോ തുടർച്ചയാണ്, ഇത് ഞാൻ ഈ ജന്മത്തിൽ കണ്ടിട്ടില്ലല്ലോ, ഈ ജന്മത്തിൽ അറിഞ്ഞിട്ടില്ലല്ലോ. കാണാത്ത വ്യക്തികളെ കാണുന്നു, കാണാത്ത എന്താ പറയാ സാധനകൾ നമ്മൾ ചെയ്യുന്നു, ഇതുവരെ അറിഞ്ഞുകൂടാത്ത തലത്തിൽ കൂടെ കടന്നു പോകുന്നു, എന്തൊക്കെയോ ജീവിതത്തിൽ സംഭവിക്കുന്നു, മാറ്റി മറിയുന്നു. ഇത് ആരുണ്ടാക്കി? ഇത് എവിടെ നിന്ന് വന്നു? അത് എല്ലാവരും ചിന്തിക്കാവുന്നുള്ളതേ ഉള്ളൂ. അവിടെ നമ്മൾ ചിന്തിച്ചോളണം, ഇത് എന്താണ്? ഇത് പൂർത്തീകരിക്കപ്പെടാത്ത പല കർമ്മങ്ങളും നമുക്ക് ആ ഒരു സാധനം പൂർത്തീകരിക്കപ്പെടാൻ ആ കാലനിയതി, പ്രപഞ്ചം, കർമ്മത്തിന്റെ കൂടെയുള്ള യാത്രയില് നമുക്ക് പ്രാരാബ്ധ കർമ്മങ്ങളെ തീർക്കാനും നമ്മുടെ ലക്ഷ്യം എന്താണ് അതിൽ എത്തിച്ചേരാനും കൊണ്ടുതരുന്ന ഒരു പോസിറ്റീവ് തിങ്സ് ആയിട്ട് കണ്ടിട്ട് അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതാണ് സാധന. ആ ഒരു എന്താ നമ്മൾ തിരിച്ച് നമ്മുടെ സോഴ്സിലോട്ടുള്ള യാത്ര എന്തായിരിക്കണം? ഒരു പൂർത്തീകരണം, എല്ലാം നിറവുള്ള ഒരു മനസ്സ്, ഒന്നും ബാക്കി വെക്കാതെ എന്തൊക്കെ നമ്മൾ വിചാരിച്ചു അതൊക്കെ സാധിച്ചു. ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടും രണ്ടും പ്രത്യേകമല്ല. ഒരു കാര്യം സാധകർ അറിയേണ്ടത്, നമ്മുടെ ഭൗതികം എന്ന് പറയുന്നത് ആധ്യാത്മികം രണ്ടും ഒരു പൂജാമുറിക്കകത്ത് വെച്ച് അടയ്ക്കേണ്ടതല്ല. ആധ്യാത്മിക തലം രണ്ടും ഭൗതികം തന്നെയാണ്. ആ ഭൗതികത്തിലൂടെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ്, ഈ പറഞ്ഞ അധ്യാത്മ ആ ഒരു ആത്മതത്വമാണ് ഉള്ളിലിരുന്ന് ഈ ഭൗതിക കർമ്മങ്ങളിലൂടെ നയിക്കുന്നതും ഈ കർമ്മത്തിന് ഫലങ്ങളും നല്ലതും ചീത്തയും തരുന്നതും ഈ ഉള്ളിലിരിക്കുന്ന ആത്മാവാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാത്തിനും കോംപ്ലിമെന്ററി ഫാക്ടേഴ്സ് നമ്മൾ അനുകൂല സാഹചര്യങ്ങളായിട്ട് കാണണം. സുഖവും ദുഃഖവും മാത്രമേ നമുക്ക് എന്ത് പറ്റൂ? കംപ്ലീഷൻ, പൂർണ്ണത, പൂർണ്ണമത, പൂർണ്ണമിതം നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. അതുപോലെ ഈ നമ്മളിപ്പോ കാണുന്നുണ്ട്, ഈ പറഞ്ഞ ബാലി അവസാനം അദ്ദേഹത്തിന്റെ ഉപാസന ഒന്നും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എല്ലാം അദ്ദേഹത്തിന് കോംപ്ലിമെന്ററി ഫാക്ടേഴ്സ് ആയിട്ട് എങ്ങനെ കിട്ടി? രാമന്റെ മടിയിൽ കിടന്ന് മരിച്ചു, രാമബാണമേറ്റ് മരിച്ചു, രാമന്റെ മുഖം കണ്ടുകൊണ്ട് മരിച്ചു. ഇനി എന്താ ഇതിൽ കൂടുതൽ വേണ്ടത്? ആ പുണ്യ പ്രവർത്തികളെല്ലാം അദ്ദേഹത്തിന് കിട്ടി. അപ്പോ നമ്മളും ഇതുപോലെ ഏതിനെയാണോ ഉദ്ദേശിച്ചു പോകുന്നത്, ഈ ജീവിതത്തിൽ വന്നു ചേരുന്നതെല്ലാം നമ്മുടെ കോംപ്ലിമെന്ററി ആയിട്ട് എടുത്ത് എന്ത് ചെയ്യണം? നമ്മുടെ ആ പൂർണ്ണത്വത്തിലേക്കുള്ള യാത്ര പൂർത്തീകരിക്കണം. പിന്നെ അടുത്തത് എന്താണ്? കർമ്മത്തിന്റെ പൂർത്തീകരണമാണ് നമ്മൾ കൊണ്ട്. ഈ ബാലിയാണ് സുഗ്രീവനുമായിട്ട് മൽപ്പിടുത്തത്തിൽ അയാളെ ഋഷ്യമുഖാചലത്തിലേക്ക് അയക്കുന്നത്. ഈ ബാലി അയച്ചു. എന്താ ഋഷ്യമുഖാചലത്തിൽ പോകാൻ കാരണം? അവിടെ ബാലിക്ക് പ്രവേശിക്കാൻ പറ്റില്ല. എന്താണ് കാരണം? അതും നമ്മൾ അറിയണം. ഈ ബാലിക്ക് കുറെ ശാപങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ലത് കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു മനസ്സിന്റെ ചപലത കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ശാപങ്ങളും കിട്ടിയിട്ടുണ്ട്. നമുക്കും കിട്ടിയിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ നമ്മളെ ശപിക്കുന്നുണ്ട്? സ്വന്തം കർമ്മങ്ങൾക്ക് നമ്മളെ കൂടെ നിന്നു കൊടുത്തില്ലെങ്കിൽ നമ്മളെ ശപിക്കാറുണ്ട് പലരും. പക്ഷെ ശാപങ്ങൾ എന്ന് പറയുന്നത് നിഷ്കളങ്കമായിട്ടുള്ള തപസ് ചെയ്യുന്ന ഒരു മനസ്സിൽ നിന്ന് വരുന്നതിന് മാത്രമേ നമുക്ക് ശാപം എന്ന് പറയാൻ പറ്റൂ. അച്ഛനമ്മമാര്, ഗുരുക്കന്മാര്, നമ്മൾ അത്രയും വിശ്വസിക്കുന്ന ആ ഒരു ധർമ്മത്തിൽ ജീവിക്കുന്നവരുടെ മനസ്സ് വേദനിക്കുന്നതിന് നമ്മൾ ശാപം എന്ന് പറയും. അല്ലാതെ ചുമ്മാ ഉള്ളവർക്കെല്ലാം ശപിക്കാമെങ്കിൽ പിന്നെ ആരും ഈ ഭൂമി എങ്കിൽ പിന്നെ ഈ പറഞ്ഞവരൊക്കെ ഈ നമ്മൾ കാണുന്നില്ലേ സമൂഹത്തിൽ, അതൊക്കെ എന്നേ മരിച്ചു കഴിയണം. എല്ലാവരുടെയും ശാപം ഏറ്റിട്ടും കൂടുതലുള്ള ഒരു രാക്ഷസനെ പോലെ വളർന്നു വരുന്നല്ലേ നമ്മൾ കാണുന്നത്. അപ്പോ ശാപം എന്ന് പറയുന്നത് എന്താ? നമ്മളും അങ്ങനെ ജീവിക്കണം ധാർമ്മികമായിട്ട്. നമുക്ക് തപസ്, ആ തപസ് കൊണ്ട് മാത്രമേ നമുക്ക് ആ ഒരു ജലം ഭൂമിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ആളിന് ഇന്നത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ നടക്കുള്ളൂ. ആ ഒരു തലം നമ്മൾ ഏറ്റെടുക്കണം. അപ്പോ ഈ പറഞ്ഞ ബാലിക്ക് എന്താണ് ശാപം കിട്ടിയത്? ദുന്ദുബി എന്ന് പറയുന്ന ഒരു രാക്ഷസന്റെ ശാപമാണ് കിട്ടിയത്. ദുന്ദുബി ഒരു മഹിഷം തന്റെ ശബരിമലയില് ഒരു ചെന്നിട്ട് ദുന്ദുബിയും ശിവനെ ചെന്ന് വെല്ലുവിളിക്കുന്നുണ്ട് മൽപ്പിടുത്തത്തിന്. അദ്ദേഹം അവിടെ മഹിഷത്തോട് മല്ലിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ശിവൻ എന്ത് ചെയ്യണു? യാതൊരു താല്പര്യമില്ലാത്ത തന്റെ പാട്ടിന് പോകുന്ന ഹിമവാന്റെ അടുത്തേക്ക് പറഞ്ഞേക്കണ് ഈ ദുന്ദുബിയെ. ഈ ദുന്ദുബി ഹിമവാൻ പറഞ്ഞു എന്ത് ചെയ്തു? എന്നെക്കാളും ബലശാലി ഒരാളുണ്ട്, ആ ആൾ ആരാണെന്ന് പറഞ്ഞു തരാൻ ഈ പറഞ്ഞ ഒരാൾ ബാലി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലൂ. അതായത് അവിടെ ചെന്നാൽ അദ്ദേഹം മാത്രമേ നിനക്ക് തക്കതായിട്ടുള്ള ആളുള്ളൂ. എല്ലാവരും ഇങ്ങനെയല്ലേ, ഒരു വിട്ടി വന്ന് വെല്ലുവിളിക്കുമ്പോ ആരെങ്കിലും ആ ഒരു തലത്തിൽ പോവോ? ശിവന്റെ അടുത്ത് എന്ന് പറയുക. അപ്പൊ എത്രത്തോളം അജ്ഞാനം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. തനിക്ക് കുറച്ച് ശരീരബലം ഉണ്ടെന്ന് ഒക്കെ വിചാരിച്ച ഒരു പോത്തിന്റെ ജന്മം. എന്താണ് അജ്ഞാനം, ആവരണം ഒന്നും അറിയില്ല. എന്തൊക്കെയോ എല്ലാവരുടെയും മുന്നിൽ കുറെ പ്രദർശനം അല്ലെ, എല്ലാരും കാണുമ്പോൾ പ്രദർശിപ്പിക്കാൻ എന്തെങ്കിലും ഉള്ളിൽ കഴമ്പുണ്ടെങ്കിലേ പ്രദർശിപ്പിക്കാൻ പറ്റൂ. ഉള്ളിലില്ലാത്തവർക്ക് പുറമേ ഉള്ളത് പെട്ടെന്ന് വീണുപോകും. അപ്പൊ ഹിമവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തന്നെക്കാളും പരവാലി ഒരാളുണ്ട് ബാലി, അദ്ദേഹത്തിന്റെ അടുത്ത് പൊക്കോളാൻ പറയാം. ഈ ദുന്ദുബി എന്ത് ചെയ്തു? നേരെ ബാലിയുടെ അടുത്ത് ചെന്ന് വെല്ലുവിളിക്കുക. ബാലി എന്ത് ചെയ്തു? ദുന്ദുബിയുടെ 2 കൊമ്പില് പിടിച്ച് വട്ടം ചുഴറ്റി മിനിറ്റിന് അദ്ദേഹം വട്ടം ചുറ്റി എറിഞ്ഞതോ
മതംഗ ആശ്രമത്തിന്റെ പരിസരത്താണ്. രക്തവും മാംസവും ഒക്കെ കൂടെ ഈ പറഞ്ഞ ആശ്രമ പരിസരം അശുദ്ധമായി. അദ്ദേഹം വലിച്ചെറിഞ്ഞ് ഒരു കൊച്ചു പാവക്കുട്ടിയൊക്കെ എറിയും പോലെ ഈ വലിയ ദുന്ദുബി എന്ന് പറയുന്ന രാക്ഷസനെ ബാലി 1 മിനിറ്റ് കൊണ്ട് കയ്യിൽ പന്ത് എറിയും പോലെ എറിയുക. ഒന്ന് ആലോചിച്ച് നോക്കൂ ബാലി ആരാണെന്ന്. അപ്പൊ ഇങ്ങനെ വലിച്ചെറിഞ്ഞപ്പോ അദ്ദേഹം എങ്ങോട്ടാണെന്നൊന്നും നോക്കിയില്ല. അപ്പൊ അവിടെ ചെന്ന് പക്ഷെ വീണതോ ആ മതംഗ ആശ്രമത്തിലായിരുന്നു. അപ്പൊ അവിടെ താപസന്മാർ അവർ നോക്കിയപ്പോ എന്താ ഒരു പോത്ത് വന്ന് വീണു, രക്തവും മാംസവും എല്ലാം വീണ് ആശ്രമ പരിസരം അശുദ്ധമായി. അപ്പൊ എന്ത് ചെയ്തു അവര് ശപിച്ചു. ഇതിന് കാരണക്കാരൻ ആരാണോ, ഇത് വലിച്ചെറിഞ്ഞത് ആരാണോ ആ മനുഷ്യൻ ഈ പറഞ്ഞ സ്ഥലത്ത് വരികയാണെങ്കിൽ അവന്റെ തല പൊട്ടിത്തെറിക്കട്ടെ എന്ന് മതംഗമുനി ശപിക്കുകയാണ്. അപ്പൊ തന്റെ തപോബലത്തില് ഇത് ചെയ്തത് ഒരു വാനരനായ ബാലിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെയാണ് ബാലിക്ക് ഋഷ്യമൂക ജലത്തില് പ്രവേശനം നിഷേധിച്ചത്. അവിടെയാണ് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ കർമ്മം എന്താണ് അത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അദ്ദേഹം ദേഷ്യത്തിൽ വലിച്ചെറിയാതിരുന്നെങ്കിൽ അത് ഈ നോക്കൂ കാര്യകാരണങ്ങൾ എങ്ങനെയാണ് ബന്ധപ്പെട്ട് വരുന്നതെന്ന്. അപ്പൊ അവിടെ സുഗ്രീവന് ഒളിച്ചു താമസിക്കാൻ ഒരു സ്ഥലം കിട്ടുകയാണ്. അവിടെ ബാലി കയറിയാല് ബാലിയുടെ തല പൊട്ടിത്തെറിക്കും. സുഗ്രീവന് ബാലിയെ സ്നേഹമുണ്ട്, ഭയമുണ്ട്. പക്ഷെ ബാലിയെ വധിച്ച് തനിക്ക് രാജ്യം തരാമെന്ന് പറഞ്ഞ ഈ രാമനെ എങ്ങനെ വിശ്വസിക്കുന്നതാണ് സുഗ്രീവൻ ചിന്തിക്കുന്നത്. ഇത്രയും ബലമുള്ള ഈ ബാലിയെ അദ്ദേഹത്തിന് അറിയില്ല. പാവൻ രാമൻ ഒരു മനുഷ്യനല്ലേ, കണ്ടിട്ട് ഒരു കൊച്ചു പയ്യൻ, ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വിശ്വാസം അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റണില്ല. അപ്പൊ എന്താ അദ്ദേഹം ശ്രീരാമചന്ദ്രൻ പറയുന്നു, നീ വിഷമിക്കണ്ട, എൻ്റെ അത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ 7 വൃക്ഷങ്ങളെ ഒറ്റ അമ്പുകൊയ്യുണ്ട് 7 മരങ്ങളെ പിളർക്കുകയും എന്താ തന്റെ തള്ളവിരൽ കൊണ്ട് ദുന്ദുബിയുടെ ശരീരം തോണ്ടി എറിയുന്നതും ഒക്കെ രാമൻ കാണിച്ചു കൊടുക്കണം. തള്ളവിരൽ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ തോണ്ടി ദുന്ദുബിയെ രാമൻ തട്ടി എറിയാണ്. അപ്പൊ ഈ സുഗ്രീവന് നല്ല വിശ്വാസമായി, അയ്യോ ഇദ്ദേഹം കാണുന്ന പോലെ അല്ല, ഇദ്ദേഹത്തിന് നല്ല കഴിവുണ്ടെന്നൊക്കെ വിശ്വാസം വന്നു. അങ്ങനെ ബാലി സുഗ്രീവന്മാർ തമ്മിൽ യുദ്ധത്തിന് തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു നമുക്ക് ഒരു യുദ്ധം ചെയ്തേ പറ്റൂ, അല്ലാതെ എന്താ ഇദ്ദേഹം ബാലി എന്ന് പറയുന്ന ആളിനെ അദ്ദേഹത്തെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കാൻ പറ്റില്ല, അതുകൊണ്ട് പോരിന് വിളിക്കൂ. കൊരങ്ങന്മാർ തമ്മിൽ എന്താ ശരീരബലം കൊണ്ടാണ്, അല്ല ഒരു ബുദ്ധി കൊണ്ടല്ല. അവര് ശരീരബലത്തിൽ അങ്ങോട്ട് മൽപ്പിടുത്തം ചെയ്ത് ആര് ജയിക്കുന്നോ അവര് രാജാവോ. അപ്പൊ സുഗ്രീവനോട് പറയാണ് ചെന്ന് വെല്ലുവിളിക്കൂ, ആ വെല്ലുവിളിച്ചിട്ട് നിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യൂ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, ആ ബാലിയെ ഞാൻ മറഞ്ഞു നിന്ന്, അതായത് ഇങ്ങനെ ഒരു ശാപമുണ്ട്, മുന്നിൽ വന്ന് നിൽക്കുന്ന ആളുടെ പകുതി ശക്തി ബാലിക്ക് കിട്ടും, അതുകൊണ്ട് ഞാൻ മറഞ്ഞു നിന്ന് ബാലിയെ കൊന്നോളാം, ധൈര്യമായിട്ട് പോകുമെന്ന് പറഞ്ഞ് അയക്കുകയാണ്. അങ്ങനെ ബാലിയുടെ കൊട്ടാരത്തിന്റെ മുമ്പിൽ ചെന്ന് സുഗ്രീവൻ വെല്ലുവിളിക്കുകയാണ്. ബാലി വന്നു, ആഹാ ഇവൻ ഇത്രയും കാലം എവിടെയായിരുന്നു? ആരോ ഇയാളുടെ താര പറയുന്നുണ്ട്, ബാലിയോട് പറയുന്നുണ്ട് ഭാര്യ, ഇദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ഇതിന്റെ പുറകിൽ കാണും. എന്താ പറയാ, ആ ഒരു സുഗ്രീവനെ ആരോ എന്താ പറയാ പുറകിൽ ബലമുള്ള ഒരുത്തൻ നിന്നു, ഇല്ലെങ്കിൽ സുഗ്രീവൻ ഇങ്ങനെ വന്ന് നിൽക്കില്ല ബാലിയുടെ മുമ്പിൽ. അദ്ദേഹത്തിന് സ്വയം ആ ഒരു ആത്മവിശ്വാസം ഇല്ല, കാരണം ബലവാൻ ബാലി തന്നെയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കൂ എന്ന് ആര് പറയണു? നമ്മുടെ താര പറയുന്നുണ്ട് ബാലിയോട്. അപ്പോ എന്താ ബാലി പറഞ്ഞു, സാരമില്ല, അവൻ എന്റെ മുമ്പിൽ വന്ന് വെല്ലുവിളിച്ചെങ്കിൽ ഞാൻ പൊക്കോളാം, ഞാൻ ആർക്കും ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അവന്റെ പുറകിൽ നിൽക്കുന്നവന് ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല, ഞാൻ ആരുമായിട്ടും എനിക്ക് വൈരമില്ല, ഈ പറഞ്ഞ ഞാൻ തെറ്റിദ്ധരിച്ചതല്ല, ഈ സുഗ്രീവൻ അങ്ങനെ ചെയ്തിട്ടല്ലേ, എന്റെ സിംഹാസനം അവൻ തട്ടിയെടുത്തിട്ടല്ലേ, അവൻ വന്നിട്ട് ഇനി എന്ത് ചെയ്താലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്, യുദ്ധമെങ്കിൽ യുദ്ധം, എന്നെ വിളിച്ചെങ്കിൽ പോവാന്ന് പറഞ്ഞ് ബാലിക്ക് യാതൊരുവിധ ശങ്കകളും ഇല്ല. അതായത് ഒരു ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്ന ആള് ഇദ്ദേഹത്തിന്റെ പുറകിലുണ്ടെന്നോ അതുകൊണ്ടാണ് സുഗ്രീവൻ വന്നതെന്നോ അദ്ദേഹം വിചാരിക്കണേ ഇല്ല. ബിക്കോസ് രാമനെ കണ്ടിട്ടില്ല, രാമനുമായിട്ട് യാതൊരു വിധത്തിലുള്ള തെറ്റുകുറ്റങ്ങളോ വഴക്കോ ഒന്നുമില്ല. അപ്പൊ എങ്ങനെ നമ്മളും വിചാരിക്കില്ലേ, നമ്മൾ ഒരു കുറ്റവും ചെയ്യാതെ ഒരാൾ വന്ന് വേറൊരാളെ സഹായിക്കാൻ വേണ്ടി നമ്മളെ കൊല്ലുക? പിന്നെയാണ് നമ്മൾ അതിന്റെ കാര്യങ്ങൾ അറിയണത്. ആദ്യത്തെ ദിവസം എന്താ, സുഗ്രീവൻ ചെന്ന് വെല്ലുവിളിക്കുന്നു. അപ്പൊ എന്താ അദ്ദേഹം വെളിയിൽ വരുന്നു, രണ്ടുപേരും പൊരിഞ്ഞ യുദ്ധം, സന്ധ്യ വരെ അങ്ങോട്ട് എന്താ ഈ പറഞ്ഞ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുക. ഒരു വിധത്തിൽ രാമന് തിരിച്ചറിയാൻ പറ്റുന്നില്ല, രണ്ടുപേരും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആര് ജയിക്കും. എന്നുവെച്ചാൽ രാമൻ വിചാരിച്ചില്ല, കുറച്ചെങ്കിലും ബാലിക്ക് വ്യത്യാസം കാണും, ബാലിയെ ആദ്യം കാണുമല്ലേ, അപ്പൊ ബാലിക്ക് എന്തെങ്കിലും സുഗ്രീവനുമായിട്ട് വ്യത്യാസം കാണും, അത് വെച്ച് എനിക്ക് അമ്പയ്യാന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ പൊരിഞ്ഞ യുദ്ധം വരുമ്പോ എങ്ങോട്ട് അമ്പയിക്കും? അപ്പൊ ഈ ബാലി ആരാണെന്ന് നമുക്ക് മനസ്സിലാവണില്ല. ഇത് രാമന് മനസ്സിലാണ്, ഒന്ന് സൂര്യപുത്രനും ഒന്ന് ഇന്ദ്രപുത്രനും. സൂര്യപുത്രൻ എന്ന് പറയുന്നത് സുഗ്രീവൻ, ഇന്ദ്രന്റെ പുത്രൻ ബാലി. അപ്പൊ ഇതൊക്കെ ഉള്ളിൽ അറിയാമെങ്കിലും എന്താ പറയാ മനസ്സിലാകാത്തത് കൊണ്ട് എന്താ അദ്ദേഹത്തിന് അമ്പയക്കാൻ പറ്റുന്നില്ല. പക്ഷെ ബുദ്ധിമതിയായ താരയ്ക്ക് മനസ്സിലായി, എന്താ പറയാ
ഈ പറഞ്ഞ ഇദ്ദേഹം വൈകിട്ട് വരെയൊക്കെ യുദ്ധം ചെയ്യണമെങ്കിൽ ആരോ ഇതിന്റെ പുറകിലുണ്ട്. ആ താര പുറത്തു വരാൻ നോക്കുകയാണ്. പക്ഷെ താര പറഞ്ഞു സാരയില്ല, ഒരിക്കലും എന്റെ ഭർത്താവിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം വരെ യുദ്ധം ചെയ്ത് സുഗ്രീവന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. എന്താ ഈ രാമൻ അമ്പയിക്കാത്തത്? ഇത്രയും യുദ്ധം ചെയ്തിട്ട് എന്നെ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുത്തിയിട്ട് എന്താ ഈ പറഞ്ഞ ബാലിയെ വധിച്ചുകൂടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് അന്ന് യുദ്ധം അവസാനിപ്പിച്ച് സുഗ്രീവൻ തിരിച്ചു പോവാണ്. അപ്പൊ ഭയങ്കര വിഷമത്തിൽ തിരിച്ചു വന്നപ്പോ രാമൻ പറഞ്ഞു, അല്ലയോ സുഗ്രീവ, എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, എനിക്ക് നിങ്ങളെ തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല, എന്റെ ഉള്ളിൽ അറിയാം എന്ന് പറഞ്ഞാലും ഞാൻ ബാണം അയക്കുമ്പോ കറക്റ്റ് ആയിട്ട് വരണ്ടേ. ഒരു കാര്യം ചെയ്യൂ, നാളെ നിനക്ക് ഒരു ചുമന്ന മാല വിജയശ്രീ ലാളിതനായിട്ട് നീ ചെല്ലുന്നു എന്നുള്ള ഭാവത്തിൽ ഈ മാല നിന്റെ കഴുത്തിലിടാം. അപ്പൊ പിറ്റേ ദിവസം നിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോ നീ ആരാണ്, സുഗ്രീവൻ ആരാണ്, ബാലി ആരാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. നാളെയും കൂടെ ക്ഷമിക്കൂ, നാളെ പോയി യുദ്ധം ചെയ്യൂ എന്ന് പറയാണ്. അങ്ങനെ എന്താ പിറ്റേ ദിവസം രാവിലെ ഒരു ചുമന്ന മാലയും ഇട്ടിട്ട് ആരാ സുഗ്രീവൻ വീണ്ടും വന്ന് ബാലിയുടെ വീട്ടിന്റെ കൊട്ടാരത്തിന്റെ പുറത്ത് വന്നിട്ട് എന്താ പറയാ വെല്ലുവിളിക്കണം. ഇപ്പൊ താരയ്ക്ക് ഉറപ്പായി ഇത്രയും തോറ്റുപോയി, വൈകിട്ട് വരെ യുദ്ധം ചെയ്ത് തോറ്റു എന്താ പറയാ മടങ്ങിയ ആള് എങ്ങനത്തെ അദ്ദേഹം താര പറഞ്ഞ ആരാ, പഞ്ചകന്യകളിൽ ഒരാളാണ്. അവൾക്ക് വളരെ തപോബലവും ഉയർന്ന തലമാണ് താരയ്ക്ക്. താര തന്നെ താര ഉപദേശം തന്നെ ഉണ്ട്. ആ മനക്കണ്ണിൽ കാണുന്നുണ്ട് താര ആരാണ് ഈ സുഗ്രീവന്റെ പുറത്ത്. തലേദിവസം രാത്രി ദേവി ആ ഒരു ചിന്തയിലാണ്ട് തന്റെ മെഡിറ്റേഷനിൽ അറിയാണ് ആ ഒരു രണ്ട് മനുഷ്യരെ കാണുകയാണ്. അപ്പൊ അത് മനുഷ്യരല്ല, രണ്ടുപേരാര രാമലക്ഷ്മണന്മാരാണ് ഈ പറഞ്ഞ സുഗ്രീവന്റെ പുറകിലെന്ന് ഈ താര തന്റെ അകക്കണ്ണുകൊണ്ട് അറിഞ്ഞിട്ട് ബാലിയോട് പറയണ, ബാലി അങ്ങ് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഞാന് കണ്ടു എന്റെ ഉള്ളില് രാമൻ വിഷ്ണുവിന്റെ അവതാരമായിട്ടിരിക്കുന്ന രാമാവതാരത്തിൽ രാമനായിട്ട് വന്ന അയോധ്യയിലെ ദശരഥപുത്രനായ രാമലക്ഷ്മണന്മാരാണിത്. ഈ പറഞ്ഞ സുഗ്രീവൻ ഒരിക്കലും ഇല്ലെങ്കിൽ അങ്ങയുടെ കൂടെ യുദ്ധം ചെയ്യാൻ വരില്ല. അങ്ങ് എന്താ ഒന്നീ യുദ്ധം ചെയ്യാൻ പോണ്ട, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്യൂ എന്ന് പറയാണ്. അപ്പൊ ബാലി പറയാണ്, ഞാൻ അവരെ കാണുകയോ അവരോട് എന്തെങ്കിലും ചെയ്തിട്ടോ ഇല്ല, പിന്നെ എന്റെ ഉപാസന ഞാൻ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്, പിന്നെ എന്തിന് രാമൻ എന്നെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഇല്ല, എന്ത് വന്നാലും എന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ വന്ന് വെല്ലുവിളിക്കണ സുഗ്രീവനെ ഞാൻ യുദ്ധം ചെയ്തേ മതിയാവൂ, യുദ്ധം ചെയ്യും എന്ന് പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം വന്ന സുഗ്രീവനെ എന്താ പറയാ സുഗ്രീവൻ വെല്ലുവിളിച്ചു. ഈ പറഞ്ഞ ബാലി യുദ്ധത്തിന് പോണ്. രാമൻ എന്താ പറയാ ഞാൻ ചെന്ന് രാമനെ കണ്ടാൽ അദ്ദേഹം എന്ത് ചെയ്യും? ബാലി പറയാണ് താരയോട്, എന്നെ രാമൻ കണ്ടാൽ തീർച്ചയായിട്ടും അദ്ദേഹം എന്റെ കൂടെ വരും, സുഗ്രീവന്റെ കൂടെ പോവില്ല. കാരണം എന്താ? ഞാൻ അത്രയ്ക്ക് ഉപാസന ബലമുണ്ട്, ഞാൻ അത്രയും അധാർമികമായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് അത് ചെയ്തതൊന്നും അത്രയും അങ്ങനെ തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഇന്ദ്രന്റെ പുത്രനാണ്, ഇന്ദ്രിയങ്ങൾക്ക് അടിമയാണ്. അപ്പൊ അത് ശരിയാണെന്ന് അദ്ദേഹം അങ്ങ് വിചാരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും രാമൻ എന്നെ ഒന്നും ചെയ്യില്ല എന്നാണ് പറയണത്. പിറ്റേ ദിവസം എന്താ ബാലി സുഗ്രീവന്മാര് വീണ്ടും അത്യുഗ്രമായിട്ടുള്ള യുദ്ധം. അങ്ങനെ സുഗ്രീവനെ കൊണ്ട് ബാലിയെ വധിക്കാൻ സാധ്യമല്ല എന്ന് കണ്ട് രാമൻ എന്ത് ചെയ്യുന്നു? ഒരു മരത്തിന്റെ പുറകില് നിന്നിട്ട് ബാണം അയച്ച് ബാലിയെ വധിക്കുകയാണ്. ഇത് അപവാദത്തിന് ഇടവരുത്തുന്ന ഒരു ഒളിയമ്പാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തില് രാമന്റെ ചരിത്രം വായിക്കുകയാണെങ്കിൽ പലരും ചില സന്ദർഭങ്ങള് രാമൻ ചെയ്തത് തെറ്റാണെന്ന് പറയാറുണ്ട്. ഇവിടെ മുതലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തത് വരുന്നത്. സീതയെ ഉപേക്ഷിക്കുന്നത് വരുന്നുണ്ട്. ചില കാര്യങ്ങളിൽ രാമൻ ചെയ്തത് ശരിയല്ല എന്ന് മനുഷ്യരായിട്ടുള്ള ആളുകൾ പറയാറുണ്ട്. പക്ഷെ ഇതിനെല്ലാം എന്താണ് ഓരോ കാര്യങ്ങളുണ്ട് ഇതിന്റെ പുറകില്. ആ ഒരു കർമ്മത്തിന്റെ ഗതി ഗഹനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ധീരനായിട്ടുള്ള ഒരാള് രാമൻ ഇത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറയാത്തതായിട്ട് ആരുമില്ല. നമ്മുടെ മനസ്സിൽ പോലും തോന്നും പാവം ബാലി എന്ത് ചെയ്തു, ഡയറക്റ്റ് എന്തെങ്കിലും കുറ്റം ചെയ്തു. പക്ഷെ അഗ്നിസാക്ഷിയായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത്. ഒന്ന്, രാമൻ നേരിട്ട് വന്നാൽ ബാലി കാലിൽ വീണ് നമസ്കരിച്ചാൽ പിന്നെ ബാലിയെ കൊല്ലാൻ പാടില്ല. കാരണം ശരണാഗതരെ ഒരിക്കലും ശരണാഗതി ചെയ്തു കഴിഞ്ഞാൽ കാലിൽ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ തന്റെ ദേവനായിട്ട്, പിതൃതുല്യനായിട്ട്, മാതൃതുല്യം ഇവരുടെയൊക്കെ കാലിലെ നമ്മൾ നമസ്കരിക്കാറുള്ളൂ. അവരെ അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് നമസ്കരിച്ച ഒരാളിനെ അദ്ദേഹത്തിന്റെ ദേഹത്തെ തൊട്ട് അനുഗ്രഹിക്കുകയോ തലയിൽ തൊടുകയോ രാമൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്താ അദ്ദേഹത്തിന് സംരക്ഷണമേ പാടുള്ളൂ, നിഗ്രഹം പാടില്ല. അപ്പൊ അവിടെ ഒളിയമ്പ് ചെയ്യാൻ കാരണം എന്താ? ഈ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തു, സൂര്യവംശജനാണ് സുഗ്രീവൻ, അല്ലാതെ ഒരെണ്ണം ചെയ്യാൻ പാടില്ല. അപ്പൊ എന്താ, ഈ സുഗ്രീവനെ സഹായിക്കാനേ രാമന് പറ്റൂ. എന്താ ബോധം ഉണർന്ന ആളാണ് സുഗ്രീവൻ. ഇദ്ദേഹമാണെങ്കിലോ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട ആളാണ്. അതുകൊണ്ട് നേരിട്ട് വരാതെ ഒളിച്ചു നിൽക്കാനേ പറ്റൂ. നേരിട്ട് വന്നാൽ ബാലി ഓടിച്ചെന്ന് നമസ്കരിക്കും രാമനെ. അപ്പൊ അത് ഒഴിവാക്കാനാണ് ഒന്ന് ഒളിച്ചു നിന്നത്. നമ്മൾ സത്യങ്ങൾ നേരിട്ട് എന്താ പറയാ ഒന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയാല് നമുക്ക് മനസ്സിലാവും ഇതിലൊക്കെ കാര്യങ്ങളുണ്ടെന്ന്. രണ്ട്, നേരെ നിന്ന് യുദ്ധം ചെയ്താല് പകുതി ബലം
ബാലിക്ക് പോകും. ബാലിയുടെ പകുതി എന്താ പറയാ, രാമന്റെ പകുതി ബലം ബാലിക്ക് പോകും. അങ്ങനെ പോവാൻ സംഭവിക്കില്ല. എന്നാലും അപ്പൊ രാമൻ എന്താ നേരിട്ട് വന്ന് നിൽക്കില്ല, അത് വേറെ കാര്യം. അദ്ദേഹം പരമാത്മ തത്വമാണ്. ഈ ജീവാത്മാവിന് അവിടെ ലയിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ രാമന്റെ ശക്തി ഇങ്ങോട്ട് ആവാഹിക്കാൻ പറ്റില്ല ബാലിക്ക്. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട്, ഒന്ന് അദ്ദേഹം നേരിട്ട് വരാത്ത കാരണം, ഒളിച്ചു നിൽക്കാൻ കാരണം എന്താ, നേരിട്ട് ചെന്നാൽ ശരണാഗതി ചെയ്യുന്ന ഒരാളിനെ സംരക്ഷിക്കണം, അല്ലാതെ നിഗ്രഹിക്കാൻ പാടില്ല. ഇവിടെ രാമൻ ബാലിയോട് ചെയ്ത അധർമ്മം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കണം. നല്ല ധാർമ്മികമായിട്ടും ഉപാസകനായിട്ടും ബാലിക്ക് പറഞ്ഞു കൊടുക്കണം രാമൻ തന്നെ, നീ നല്ല ധാർമ്മികനാണ്, ഉപാസകനാണ്, പക്ഷെ സുഗ്രീവന്റെ ഭാര്യയെ കൂടെ പാർപ്പിച്ചത് അധർമ്മവിരുദ്ധമാണ്. പിന്നെ അഗ്നിസാക്ഷിയായി സുഗ്രീവനോട് ചെയ്ത ശപഥം എനിക്ക് നിറവേറ്റിയേ പറ്റുള്ളൂ, എങ്കിലേ എന്റെ നിയോഗം പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ ബാലി. അതുകൊണ്ടാണ് എന്താ ഞാൻ ഇത് ചെയ്തത്, നീ അത് മനസ്സിലാക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ തത്വം, അതായത് നാം ഇതിന്റെ തത്വം അറിയണമെങ്കിൽ ബാലി ആരാണെന്ന് നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കണം. ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും, അതായത് ഇന്ദ്രന്റെ പുത്രനാണ് ബാലി. അങ്ങനെയുള്ള ബാലി ബലമുള്ളവനാണെങ്കിലും ഇന്ദ്രിയങ്ങൾക്ക് അടിമയാണ്. ഈ ആ ബാലിയുടെ ചേഷ്ടകൾ വികൃതമാവാൻ കാരണം. അതുകൊണ്ടാണ് താരയോടൊപ്പം രുമയെയും ഭാര്യയാക്കാൻ കാരണം. അനുജന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കാൻ ഒരിക്കലും ഒരു ധാർമ്മികമായിട്ടുള്ള ഒരാൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉപാസന ഉള്ള ഒരാള് ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ ചെയ്താൽ അദ്ദേഹത്തിന് എന്തായിരിക്കും, ആ ഉപാസനാ ബലം ഉണ്ടെങ്കിൽ പോലും മനുഷ്യരുടെ ഇടയിലാണെങ്കിലും അധർമ്മങ്ങൾ നമ്മൾ കാണണില്ലേ. ഞണ്ടും കള്ളും കുടിച്ച് വ്യാസപീഠത്തിലിരുന്ന കഥ എത്രയോ പേരെ കാണാറുണ്ട്. വ്യാസപീഠത്തിൽ കയറുന്നതിന് മുമ്പേ മഹാഭാരതം രാമായണം ഒക്കെ പറയാൻ ചെന്നൊന്ന് മിനിങ്ങിയിട്ട് വരട്ടെ. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഒരു രാമായണ വേദിയിൽ, ഭാഗവത വേദിയിൽ ബാക്കിൽ ചെന്നിരുന്ന് കള്ളു കുടിച്ചിട്ട് വന്ന് കയറുക വ്യാസപീഠത്തിൽ. ഒന്ന് ആലോചിച്ചു, ഇന്നത്തെ മനുഷ്യർ എത്രത്തോളമാണ് അധപ്പതിച്ചിരിക്കുന്നതെന്നും. ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിനകത്ത് കാളി പൂജ ചെയ്യുന്ന കാളി വിഗ്രഹത്തിന്റെ പുറയിൽ നിന്ന് കള്ളുകുപ്പികൾ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ പാമ്പ് കടിച്ചാണ് മരിച്ചത്. അപ്പൊ കർമ്മങ്ങളെ, ഉപാസകനായി എന്ന് പറഞ്ഞ് കർമ്മങ്ങൾ ശുദ്ധമാവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താല് പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇതാണ് അപകടം. ബാലി 7 സമുദ്രങ്ങൾ താണ്ടി യോഗരഹസ്യമാണ്, ഷടാധാരങ്ങളും പ്ലസ് മനസ്സാണ് അല്ലേ യോഗ സാധന എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആള് എന്തിനാണ് മനസ്സാഞ്ചല്യം വന്നത്? ഒരു കുരങ്ങിൻ്റെതുപോലെ തന്നെ പ്രകടിപ്പിച്ചത് എന്താ? ഓരോ രാമനും കൃഷ്ണനും അർജുനനും എല്ലാം തന്നെ എന്താ നമ്മൾ കാണണില്ലേ? ഈ പറഞ്ഞ അർജുനനാര ഇന്ദ്രന്റെ പുത്രനല്ലേ? അപ്പൊ കൃഷ്ണൻ വന്നു അർജുനന്റെ കൂടെ ചേർന്നു. അദ്ദേഹത്തിന്റെ തേരാളിയായിരിക്കാൻ കാരണം എന്താ? അർജുനൻ ജിതേന്ദ്രിയനാണ്, അർജുനനും ഇന്ദ്രന്റെ മകനാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ കൃഷ്ണൻ വന്ന് അദ്ദേഹത്തിന്റെ തേരോടിച്ചു? അദ്ദേഹം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു. ഇന്ദ്രന്റെ മകൻ എന്ന് പറഞ്ഞാലും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ സാധനയിലാണെങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റൂ. അപ്പൊ ബാലിയും ഈ പറഞ്ഞ പോലെ എന്താ, ഇന്ദ്രപുത്രനായിട്ട് തന്റെ മനസ്സിന്റെ ചാബല്യങ്ങളെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. രാമൻ എന്താ പറയാ, രാമൻ പറഞ്ഞു, നീ അതുകൊണ്ട് വിഷമിക്കണ്ട, ഈ എന്താ എന്റെ ബാണം കൊണ്ട് നീ മരിച്ചെങ്കിലും തീർച്ചയായിട്ടും നിനക്ക് ഒരു ജന്മം കൂടെ ഉണ്ടാവും, തീർച്ചയായിട്ടും നീ മോക്ഷപ്രാപ്തി എത്തും, എന്റെ അടുത്ത അവതാരത്തിൽ നിന്ന് നിനക്ക് മോക്ഷം കിട്ടുമെന്ന് പറയണം. പക്ഷെ അപ്പൊ രാമ എന്ന് വിളിക്കണമെങ്കിലും തന്റെ തേജസ് ആ രാമന്റെ ഹൃദയത്തിൽ വന്ന് ലയിക്കുന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ ഒരു എന്താ പറയാ, ഒരു കുറവ്, മനസ്സിന്റെ ഒരു പൂർണ്ണ തൃപ്തി മരിക്കുന്ന സമയത്ത് ബാലിക്കില്ലായിരുന്നു, ഇല്ലേ? അതാണ് ഈ പറഞ്ഞ അർജുനനും ബാലിയും തമ്മിലുള്ള വ്യത്യാസം. അജഗജാന്തരമാണ്. അർജുനന് തന്റെ എന്താ പറയാ ആ ഒരു വിശ്വരൂപ ദർശനം അദ്ദേഹം കൃഷ്ണൻ കൊടുക്കുകയാണ് അർജുനന്. അപ്പൊ അർജുനന് മനസ്സിലായി തന്റെ കൂടെ സഖാവായിട്ട് തേരാളയായിട്ട് ഇരിക്കുന്ന ആള് ഈ പ്രപഞ്ചത്തെ തന്നെ, പ്രപഞ്ചത്തിന്റെ എല്ലാവരുടെയും അന്തരാത്മാവായിട്ട് അന്തർയാമിയായിട്ട് വർത്തിക്കുന്ന ഒരാളാണെന്ന് അർജുനന് മനസ്സിലായി. പിന്നെ അദ്ദേഹത്തിന്റെ ആ രൂപം അദ്ദേഹത്തെ താങ്ങാൻ പറ്റിയില്ല, കാണാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് അത് മറന്നുപോയെങ്കിലും അർജുനൻ രുചിവുള്ളവനാണ്. അദ്ദേഹത്തിന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച ആളാണ്, മനസ്സിന്റെ ചാഞ്ചല്യങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. കാരണം കൂടെ തേരാളിയായിരിക്കുന്ന കൃഷ്ണൻ കൂടെ ഉണ്ട്. അദ്ദേഹം ആദ്യം തന്നെ എന്താ പറയണത്? ദാസ്യോഹം അല്ല ഭഗവാന് ആ ഒരു കുരുക്ഷേത്ര യുദ്ധത്തില് രണ്ട് സൈഡിൽ വന്ന പാണ്ഡവരും കൗരവരും നല്ലതും ചീത്തയും സുഖവും ദുഃഖവും എല്ലാം വന്ന് നിൽക്കുകയാണ്. എന്റെ ബന്ധുക്കള്, എന്റെ നിന്നുള്ള അറ്റാച്ച്മെന്റ്, ഞാൻ എന്ത് ചെയ്യും ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് എന്നെ എന്താ പറയാ, എന്നെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് സാഷ്ടാംഗം ദണ്ഡ നമസ്കാരം ചെയ്ത് ഭഗവാനെ സറണ്ടർ ചെയ്യാണ്. ഭഗവാനെ അങ്ങ് എന്നെ ഏറ്റെടുക്കൂ, എനിക്കറിയില്ല എന്താ ചെയ്യണമെന്ന്. ആ ദാസോഹം, എന്നെ ദാസനായിട്ട് ആ ഒരു സഖാവ് എന്നുള്ള നിലയിലല്ല, യുദ്ധത്തില് എന്നെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് വേണ്ടത് ചെയ്താലും. ഇതുപോലെയാണ് ഓരോ ഉപാസകനും ചെയ്യേണ്ടത്. എനിക്കറിയില്ല, ദാ വന്ന് നിൽക്കുന്നു എൻ്റെ ബന്ധുക്കള്, മിത്രങ്ങള്, പല തരത്തിലുള്ള രൂപങ്ങൾ ധരിച്ച ആൾക്കാര് എന്റെ ചുറ്റും നിൽക്കുന്നു, എനിക്കറിയില്ല, ആ ഒരു നിർണയം നടത്താൻ ഞാൻ ആളല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? അവിടെ സറണ്ടർ ചെയ്യണം ടോട്ടലായിട്ട്. അതായത്
മരണങ്ങള് ഈ പറഞ്ഞ ഒരു മരണം എന്ന് പറയുന്നത് ഒരു ജീവന്റെ അവസാനമല്ല. ആ ഒരു ശരീരം ഉപേക്ഷിക്കൽ മാത്രമേ ആവുള്ളൂ. കർമ്മത്തിന്റെ ഗതി അനുസരിച്ച് എന്താ അതിഗഹനമാണ്. അത് ആരാണെങ്കിലും അവിടെ സറണ്ടർ ചെയ്യാത്ത ഒരു മനസ്സിന് ഞാൻ എന്നുള്ള ബോധം, ഞാൻ വ്യക്തിബോധം, ഞാൻ ഇന്ന ആളാണ് മറ്റേ ആളാണെന്നുള്ള ബോധം ഉള്ളിടത്തോളം കാലം ഈ പറഞ്ഞ ജന്മങ്ങൾ, കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ജന്മങ്ങൾ നമ്മൾ എടുത്തേ തീരുള്ളൂ. നമ്മൾ അതല്ലേ ഇപ്പൊ കാണുന്നത്. സൂര്യപുത്രനായ സുഗ്രീവനാണ് എന്ത് ചെയ്യണം, അദ്ദേഹത്തെ ഉയർത്തണം. മാത്രമല്ല പ്രാണന്റെ പ്രതീകമായിട്ടുള്ള ഹനുമാനും ഉണ്ട് കൂടെ. അപ്പൊ അവിടെ എന്താ പറയാ, എവിടെ രാമക്ഷേത്രം ഉണ്ടോ അവിടെ ദാസൻ, ഭക്തൻ ഏത് തരത്തിലാണെങ്കിലും ഹനുമാന്റെ സാന്നിധ്യം വരണം. ആരാണ് ഹനുമാൻ? ഹനുമാൻ സുഗ്രീവന്റെ എന്താ പറയാ ഒരു മന്ത്രിയാണ്. ആ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ നടന്നേ പറ്റുള്ളൂ. അപ്പൊ ഇനി നമ്മൾ എന്താ അറിയേണ്ടത്? ഈ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രപഞ്ചത്തിൽ നടക്കേണ്ടത്. അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കാര്യമില്ല. എന്താ, എന്തുകൊണ്ട്, എങ്ങനെ, എപ്പോ, ഇതൊന്നും ചോദിക്കാൻ നമുക്ക് അർഹരല്ല. ആരോ എഴുതിയ എന്താ പറയാ ഒരു ബുക്കില് അദ്ദേഹം ദേവിയാകുന്ന ആ മഹാശക്തി നമ്മുടെ ഓരോന്നും അമ്മ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് അമ്മ കരുക്കൾ നീക്കണു, നമുക്ക് ശരീരം തരുന്നു. അവിടെ എന്താ അമ്മയുടെ ആ നമ്മളാകുന്ന പാവയെ നിയന്ത്രിക്കുന്ന ചരട്, ആ യന്ത്രത്തെ നിയന്ത്രിക്കുന്ന ചരട് യന്ത്രിയാകുന്ന അമ്മയുടെ കയ്യിലിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? അമ്മയ്ക്ക് സറണ്ടർ ചെയ്തിട്ട് പറയൂ, അമ്മ തും യന്ത്രി മേഹു യന്ത്ര, ഞാൻ യന്ത്രമാണ്. രാമകൃഷ്ണ പരമഹംസർ എപ്പോഴും പറഞ്ഞു, അമ്മ യന്ത്രി, ഞാൻ യന്ത്രം, എന്ത് വേണോ ചെയ്തോളൂ. പക്ഷെ എന്താ, ആ ചരട് അമ്മയുടെ കയ്യിൽ ഉണ്ടല്ലോ, അത് മതി എനിക്ക്. പിന്നെ എന്താ, ആ സാന്നിധ്യം മതി എനിക്ക്, വേറൊന്നും സാരമില്ല. ഈ ചരട്, എന്റെ ഈ ശരീരം അല്ലേ അമ്മയ്ക്ക് പാവയായിട്ട് ചലിപ്പിക്കാൻ പറ്റൂ. ഒരു ദിവസം ഈ ശരീരം ഞാൻ വിട്ടുപോയില്ലേ, ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഈ നൂലിലൂടെ, അമ്മ പിടിച്ചിരിക്കുന്ന ആ വഴിയിലൂടെ എനിക്ക് അവിടെ എത്തിച്ചേരാമല്ലോ എന്നൊരു മനോഭാവം. അതാണ് ഭക്തൻ, അതാണ് ദാസൻ, അവിടെയാണ് സറണ്ടർ, അവിടെയാണ് ഉപാസന, അതാണ് ആസീത. ആ അടുത്തേക്ക് നമ്മൾ ചെല്ലണം. അല്ലാതെ ദൂരെ നിന്നാൽ അമ്മയെ കാണാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ എന്താ നമ്മൾ പറയേണ്ടത്? ഇനിയും നമ്മുടെ ആ ഹനുമന്റെ സാന്നിധ്യം ഈ നമ്മുടെ രാമഭൂമി, നമ്മുടെ ഭാരതം എന്ന് പറഞ്ഞാൽ എന്താ, രാമന്റെ ഭൂമിയാണ്, അയോധ്യയാണ്. യുദ്ധമില്ലാത്ത സ്ഥലത്ത് നിന്ന് വെട്ടും കുത്തും മതത്തിന്റെ പേരിൽ, ഏതിന്റെ പേരില്, സമ്പത്തിന്റെ പേരില്, നോക്കൂ, ഏതെങ്കിലും ഒരു ചെറിയ കാര്യം എടുത്താൽ അവിടെ രണ്ടുപേരുടെ ഒപ്പീനിയനാണ്, രണ്ടുപേർക്ക് എന്താ പറയാ തമ്മിൽ തല്ലലാണ് അവിടെ പണി. അത് മാറിയിട്ട് എന്ത് വേണം? ഭാരതം ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ നളന്ദ, തക്ഷശില പോലെയുള്ള ഉണ്ടായിരുന്ന വലിയ വലിയ കേന്ദ്രങ്ങൾ, നമ്മുടെ ആ ഒരു വൈജ്ഞാനിക കേന്ദ്രങ്ങൾ ഭാരത മണ്ണിൽ വരണമെങ്കിൽ ഈ പറഞ്ഞ ആധ്യാത്മിക ഉയർത്തെഴുന്നേറ്റേ തീരുള്ളൂ. അതിൻ്റെതാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇവിടെ രാമക്ഷേത്രത്തിന്റെ തുടക്കം, ഇല്ലേ? നമ്മുടെ ഈ മണ്ണ് എന്തുകൊണ്ടാണ് ഇത്രയും അധപ്പതിച്ചു പോയത്? മൃഗങ്ങളുടെ ചോര, അധർമ്മങ്ങള് മലിനമാക്കി. മലിനം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ശുദ്ധി ഇല്ലാതായിപ്പോയി, ശുദ്ധം പ്രകൃതി അശുദ്ധമായി, മണ്ണ് അശുദ്ധമായി. ആ മണ്ണിൽ നിന്ന് മുളയ്ക്കുന്നതിനെ ഒരുപാട് സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കീടനാശിനികള് എന്തിനെയാണോ നശിപ്പിക്കാൻ, ആ കീടങ്ങൾ എന്താ, ആ പണ്ട് കീടനാശിനി ഉപയോഗിച്ചിരുന്നില്ലേ? ഇപ്പോഴോ അതിശക്തമായിട്ട് ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ ഉള്ളിൽ പോലും നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ പറ്റുന്ന ആ ഒരു വിഷം നമ്മൾ കലർന്നു. ബാഹ്യമായിട്ടുള്ള വിഷം, ആന്തരികമായിട്ട് മനസ്സിന്റെ വിഷം. നമ്മൾ ഇന്ന് കാണുന്നത് എവിടെ? ഏതെങ്കിലും ഒരെണ്ണം ശുദ്ധമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇത് മലിനമായിട്ടുള്ള മനസ്സും മലിനമായിട്ടുള്ള ശരീരവും ഉള്ളിടത്ത് കർമ്മങ്ങള് അശുദ്ധമായിട്ടേ ചെയ്യാൻ പറ്റൂ. ആ മനസ്സ് ആ രീതിയിലേ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾ എന്താ, ഈ തിരിച്ചടികളെല്ലാം തന്നെ നമ്മൾക്ക് ഇന്ന് കിട്ടുന്ന കൊറോണ വൈറസ് ഉൾപ്പെടെ നമ്മളെ വീട്ടിനകത്ത് ഇരുത്താൻ കഴിവുള്ള ഒരു കുഞ്ഞ്, അദൃശ്യമായിട്ടുള്ള ഒരു കുഞ്ഞ് വൈറസിന് പറ്റുമെങ്കിൽ, ഇതുപോലുള്ള തിരിച്ചടികൾ പ്രകൃതി തരുമ്പോൾ നമ്മള് അത് ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കണം. കാരണം ഇത് യാഗഭൂമിയാണ്, ഇത് യോഗഭൂമിയാണ്. നമ്മുടെ മണ്ണില് തപസ് അനുഷ്ഠിച്ച ഋഷീശ്വരന്മാരുടെ ചൈതന്യം ഇന്നും ഇവിടെ ഉണ്ട്. അതിന്റെ അന്തരീക്ഷത്തില്, ആ അന്തരീക്ഷത്തിന്റെ ഉപരിതലത്തിൽ ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ താഴെ നിന്ന് വരുന്നത്, അതായത് ഈ നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് എനർജി മുഴുവനും അത് പോസിറ്റീവ് എനർജി ആക്കി മാറ്റുന്നത് എവരുടെ തപസ്സാണ്. അതിനെ ചെറുത്തു നിൽക്കാൻ പറ്റുന്നത് നമുക്ക് കാണാം. ഇന്ന് ആകാശത്തിലൂടെ പോകുന്ന ഒരു പ്ലെയിനിലോ ഒരു വലിയ റോക്കറ്റിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഉപരിതലം, ഭൂമിക്ക് ഒരു ഓസോൺ ലെയർ എന്ന് പറഞ്ഞ ഒരു നീല കൊട പോലെ ഒരു സംഭവമുണ്ട്. ആ അത് എന്ന് നഷ്ടപ്പെടുന്നു, അതില് ഓട്ടകൾ വീഴുന്നു, അന്ന് സൂര്യരശ്മികളെ നമുക്ക് താങ്ങാൻ പറ്റില്ല. ആ ഓസോൺ എന്ന് പറയുന്ന ഒരു റെഗുലേറ്റിംഗ് ഫാക്ടറാണ്. അവിടെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ സൂര്യരശ്മിയിൽ വേണ്ടാത്ത പോയിസണസ് അതെല്ലാം നമുക്ക് ബാധിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ UV റേസ് എന്നൊക്കെ പറയാറുണ്ട്, ഇല്ലേ? നമുക്ക് എന്താ ക്രീം ഇട്ടിട്ട് പോകണം എന്നൊക്കെ. ചില റേസ് സൂര്യന്റെ താങ്ങാൻ പറ്റില്ല മനുഷ്യ ശരീരത്തിന്. ആ ഓസോൺ ലെയറിലെ പാളികളിൽ ഇന്ന് ഓട്ട വീണ് തുടങ്ങി.
അവർ കണ്ടെത്തിയതാണെന്ന്. അതായത് ഭാരതത്തിന്റെ മേളില് ആ ഒരു ഓസോൺ ലെയറിനെ താങ്ങി നിർത്തുന്നതായിരുന്നു ഒരു പോസിറ്റീവ് എനർജി. യാഗം, യജ്ഞം, നല്ല ചിന്തകള്, പോസിറ്റീവ് എനർജി എല്ലാം. അപ്പൊ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളെല്ലാം പണ്ട് എന്തായിരുന്നു? പണ്ട് ക്ഷേത്രങ്ങൾ അധികം ഇല്ലായിരുന്നു, പഞ്ചഭൂതങ്ങളെയായിരുന്നു പൂജിച്ചുകൊണ്ടിരുന്നത്. ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാല് എനർജി സെന്റേഴ്സ് ആയിരുന്നു അന്ന്. ആ ഒരു ക്ഷേത്രത്തിൽ ഒരു ദേവത അവിടെ ചീട്ടെഴുതി അവിടുന്ന് പൈസ മോട്ടിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു സ്ഥലം അല്ല ക്ഷേത്രം എന്ന് പറയുന്നത്. ഒരു പോസിറ്റീവ്, അതായത് പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലമാണ് ക്ഷേത്രത്തിന് തിരഞ്ഞെടുക്കുന്നത്. ആ മണ്ണിനെ ആദ്യം എന്താ നിരത്തി ഉഴുത് മറിച്ച് അവിടെ യാഗഭൂമിയാക്കും. യാഗം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ യോഗം ചെയ്യണം. അവിടെ വരണ മനുഷ്യർക്ക് അവിടെ ഒരു ദേവതയുടെ ക്ഷേത്രം പണിയുമ്പോൾ അവിടെ ചെല്ലുന്ന മനുഷ്യന് ഈ ദുഃഖങ്ങളിലൂടെ കരകയറാൻ ക്ഷേത്രത്തെ അഭയം പ്രാപിക്കുന്ന ഒരു ജീവാത്മാവിന് ആ പരമാത്മ തത്വവുമായിട്ട് യോഗം ചെയ്യാനുള്ള ഒരു സ്ഥലം, അതാണ് ക്ഷേത്രം. നമുക്ക് ബാഹ്യമായിട്ട് ആ ഒരെണ്ണത്തിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആന്തരികമായിട്ട് പോകാൻ പറ്റാത്ത ആളുകളെല്ലാം ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ക്ഷേത്രത്തിനെ കാണുന്നു. അത് നമ്മൾ എന്താ ഒരുപാട് പോസിറ്റീവ് എന്നതാ. ആ ക്ഷേത്രത്തിന്റെ ഭൂമി എന്ന് പറഞ്ഞ തന്നെ ഭൂമിയുണ്ട്. അത് ചെന്നിട്ട് നമ്മൾ അതിനെ കണ്ട് പഞ്ചഭൂതങ്ങളെ കൊണ്ട് ശുദ്ധീകരിക്കും. അതിനെ ആദ്യം വൃത്തിയാക്കും, അതിനെ ഉഴുതുമറിക്കും, അത് കഴിഞ്ഞ് ജലമൊഴിക്കും, അഗ്നിയിട്ട് തപിപ്പിക്കും, അത് കഴിഞ്ഞ് അതിന്റെ അവിടെ മന്ത്രങ്ങൾ ജപിച്ച് വാസ്തുപുരുഷനെ സ്ഥാപിച്ച് ശുദ്ധമാകുന്ന ഒരു സ്ഥലത്ത് ആണ് ക്ഷേത്രം സ്ഥാപിക്കുന്നത്. ഈ പരമാത്മ ചൈതന്യം എന്ന് പറഞ്ഞതിനെ ആവാഹിച്ച് ഒരു രൂപത്തില് ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടുകളും പ്രാകാരങ്ങളും എല്ലാം ശരീരത്തിന്റെ ഇരിക്കുന്നതോ കിടക്കുന്നതോ ആയിട്ടുള്ള ഒരു ദേവന ഗർഭഗൃഹത്തില് പ്രതിഷ്ഠിക്കുന്നത് അവിടുത്തെ പോസിറ്റീവ് എനർജി കൂട്ടാനാണ്. അപ്പൊ അതായത് നമ്മൾ നെഗറ്റീവ് എനർജി, നമ്മുടെ തോട്ട്സ് താഴോട്ട് പോകുമ്പോൾ, ദുഃഖം വരുമ്പോൾ, ജീവിത പ്രശ്നങ്ങളിൽ അലയുമ്പോൾ ഒരാള് ക്ഷേത്രത്തിൽ പോകുന്ന എന്തിനാ? തന്റെ മനസ്സിനെ ഉണർത്താൻ, ഉയർത്താൻ, എന്നിട്ട് ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കാനാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. അത് വളരെ ചുരുക്കമേ ഉണ്ടായിരുന്നുള്ളൂ. ബൃഹത്തായിട്ടുള്ള തമിഴ്നാട്ടിലൊക്കെ വലിയ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ ക്ഷേത്രത്തിന്റെ സ്ഥിതി എന്താണ്? ഈ മോഡേൺ തലമുറ പോകുന്ന ക്ഷേത്രം, അവിടെ മോഡേൺ എന്ന് പറയാൻ കാരണം എന്താ? പഴയ മൂല്യങ്ങളെല്ലാം ബലി കഴിച്ച് കഴിഞ്ഞു. അവിടെ എന്താ പറയാ, ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടാണ് ക്ഷേത്ര ദർശനം നടത്തുന്നത്. നമ്മളോ? നമുക്ക് ശുദ്ധിയുണ്ടോ? നമ്മൾ ഈ പോകുന്ന വ്യക്തികളൊക്കെ എന്താ? പണ്ടെന്താ വെജിറ്റേറിയൻ ആയിട്ട് അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞാൽ അതൊരു ചടങ്ങാണ്. കുളിച്ച് ഒരു നല്ല വെളുത്ത വസ്ത്രങ്ങൾ, വെളുത്തതോ അല്ലെങ്കിൽ എന്താ പറയുക ലൈറ്റ് ആയിട്ടുള്ള കളറുള്ള മുണ്ടും നേരിതൊക്കെ ധരിച്ച് സ്ത്രീകൾ പോവായിരുന്നു പണ്ട്. പുരുഷന്മാര് മേൽവസ്ത്രം ഇടാതെ പോകും. കാരണം അവിടെ ഗർഭഗൃഹത്തിൽ നിന്ന് വരുന്ന എനർജി അവരുടെ ഹാർട്ട് സെന്ററിൽ പതിക്കണം. സ്ത്രീകൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല, അവർക്ക് ആജ്ഞാചക്രത്തിൽ അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് സ്ത്രീകൾ ട്രാൻസ്പെറന്റ്, അവിടെ നിന്നുള്ള പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരം മുഴുവനും വ്യാപിക്കണം അവിടെ ചെല്ലുമ്പോൾ. കാരണം എന്താ? അവിടെ മന്ത്രജപങ്ങളാണ്, അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ആ പരമാത്മ ചൈതന്യത്തെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് വരുമ്പോൾ ഒരു നല്ല കുളിർമയും സന്തോഷവും വരും. ഇന്നോ ഇടിച്ച് തള്ളി ടിക്കറ്റ് എടുത്ത് എന്തൊക്കെയോ ഹോമങ്ങൾ നടത്താൻ ഇതെടുത്ത് 50 രൂപ 60 രൂപ അവിടെ ചെന്ന് കിടന്ന അമ്പലത്തിന്റെ മുമ്പിൽ നിന്ന് ദീപാരാധന സമയത്ത് ഉറച്ചു കിടന്ന് വിളിക്കുക, അതൊന്നും പാടില്ല. സൈലൻസ് ആണ്. ആ ഒരു നിശ്ചല ചൈതന്യം അതിനെ ഈ പറഞ്ഞ പഞ്ച ഉപചാരങ്ങൾ കൊടുത്ത് സകളമാക്കി മാറ്റുകയാണ്, കലകൾ ഉണ്ടാക്കുകയാണ്. അവിടെ നിന്നാണ് എനർജി നമുക്ക് വരുന്നത്. കണ്ണടച്ച് നിൽക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ എനർജി, അതായത് ബിംബവും പ്രതിബിംബവും, അവിടെ എന്തുണ്ടോ അതിന്റെ പോസിറ്റീവ്നെസ് നമ്മുടെ ഉള്ളിൽ വരിക. ഇന്നത്തെ ക്ഷേത്രം നമ്മൾ പോകുന്നതോ രാവിലെ മീൻ കഴിക്കും, എന്നിട്ട് അമ്പലത്തിൽ പോകാമോ എന്ന് ചോദിക്കും, ഉച്ചയ്ക്ക് ചിക്കൻ കഴിക്കും, വൈകിട്ട് അമ്പലത്തിൽ പോകും, ഒന്ന് കുളിച്ച് കഴിയും. വയറ്റിലുള്ള സാധനം എവിടെ പോകും? ആ ഒരു നോൺ വെജിറ്റേറിയൻ, അതായത് ഈ പറഞ്ഞ ചൈതന്യത്തിന് ശുദ്ധമായിട്ട് എതിരായിട്ടുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയാണ് മാംസഭക്ഷണം. അത് കഴിച്ചിട്ട് ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ ഒരു കാക്കക്കുളി വെച്ച് എന്തൊക്കെയോ മനസ്സ് അശുദ്ധമായി ആരുടെയൊക്കെയോ സംസാരിച്ച് ക്ഷേത്രത്തിൽ കുറെ ആളുകൾ ഗ്രൂപ്പായിട്ട് ചെന്ന് ഒരു മന്ത്രജപമില്ല, ആന്തരികമായിട്ട് ശുദ്ധിയില്ല. ഇതെല്ലാം കഴിഞ്ഞ് 10 പ്രദക്ഷിണവും വെച്ച് ഏറ്റവും ആളുകളെ കാണിക്കാൻ ഏറ്റവും ചമഞ്ഞു പോകുന്ന സ്ഥലമാണ് ക്ഷേത്രം. ഒരിക്കലും പാടില്ല. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണോ ആ ഒരു എന്താ പറയാ ആ നഗ്നമായിട്ടുള്ള എനർജി എന്ന് പറഞ്ഞ പ്യുവർ ഫോം, അതിന് എന്താ പറയാ ദിക്കുകൾ, കാളിക്ക് ദിക്കുകളാണ് ആഭരണം എന്ന് പറഞ്ഞാല് പ്യുവർ ഫോമിൽ ഇരിക്കുന്നതിന് മുമ്പ് എന്ത് ആടയാഭരണങ്ങൾ അണിഞ്ഞിട്ട് ആരെ കാണിക്കാനാണ് നമ്മൾ പോകുന്നത്? നമ്മൾ ഭഗവാനെ കാണാനല്ല, ബാക്കിയുള്ളവരെ കാണാനാണ് പോകുന്നത്. ഏറ്റവും കൂടുതൽ ആഭരണങ്ങളും ട്രാൻസ്പെയറന്റ് എനർജി ട്രാൻസ്മിറ്റ് ചെയ്യാത്ത വസ്ത്രങ്ങളും ധരിച്ച് അവിടെ ചെന്ന് നിന്ന് ആ ഒരു വ്യക്തിക്ക് എത്ര ശതമാനം എനർജി കിട്ടും അമ്പലത്തിനകത്തുനിന്ന്? അമ്പലത്തിനകത്തിരിക്കുന്ന ആള് പുറത്തോട്ട് നോക്കി അതിൽ ഏറ്റവും ധനികൻ ആരാണെന്ന് നോക്കിയിട്ട് അവർക്ക് ചന്ദനവും കുങ്കുമവും ഇലയെ കൊടുക്കും, അല്ലാത്തവർക്ക് എറിഞ്ഞു കൊടുക്കും കയ്യിലോട്ട്. ഇതാണ് ഇന്ന് ക്ഷേത്രത്തിന്റെ അവസ്ഥ. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാൻ, ഞാൻ കണ്ടതാണ്. ഈ ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് വെറും ഒരു ചടങ്ങായിട്ട് മാറിയില്ലേ? നമ്മൾ രാവിലെ പല്ല് തേച്ച് കുളിക്കുന്ന പോലെ ക്ഷേത്ര ദർശനം, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ എന്താ ആ ബാഹ്യ ആഭ്യന്തര ശുചികള് ഒന്നുമില്ലാത്തത് കൊണ്ട് ഇന്ന് എന്ത് പറ്റി? ക്ഷേത്രങ്ങളിൽ ആളില്ല, ആയിരങ്ങൾ ബലിയിടുന്ന ആലുവ മണപ്പുറത്ത് എന്താ ബലി തർപ്പണം പോലും പിതൃക്കൾ വേണ്ടെന്ന് പറഞ്ഞിരിക്കുക. കാരണം അവിടെയും പൈസ.
10 പോറ്റിമാരന്ന് അവധിയെടുത്തിട്ട് അവിടെ ചെന്ന് നിൽക്കുക. അന്ന് അവർക്ക് അവർ പറയുന്നു 10,000 20,000 കിട്ടും ബലിതർപ്പ 10 രൂപ 20 രൂപ മുതൽ 100 രൂപ കൊടുക്കണവരെ ഉണ്ട്. പ്രത്യേകം സ്ഥലം ബലിയിടാൻ, അല്ലാത്ത പാവപ്പെട്ടവർക്ക് പ്രത്യേക സ്ഥലം, അതിനുള്ള അത് ഈ പോറ്റുമാരെല്ലാം അവിടെ ചെന്ന് നിന്ന് ഈ ബലിതർപ്പണം എന്നൊക്കെ പറയുമ്പോൾ എത്ര പിതൃക്കൾ എന്ന് പറയുമ്പോൾ ദേവന്മാരെക്കാളും ഉയർന്നവരാണ് അവിടെ. അവിടെ ചെന്ന് അവർക്കൊരു ബലികർമ്മം പറഞ്ഞു കൊടുക്കുന്നതിന് ശരി ദക്ഷിണ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇടനിലക്കാരനെ വെച്ച് ചെയ്യുമ്പോൾ ദൈവത്തിന് കൈക്കൂലി കൊടുക്കുക. നമുക്ക് ചെയ്യാത്ത കർമ്മങ്ങൾ വേറൊരാളിൽ നിന്ന് പറഞ്ഞു തരുന്നു, നമ്മൾ ഏറ്റുപറയുന്ന ഒരു ദക്ഷിണ കൊടുക്കും. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ആ ദക്ഷിണയുടെ ആ ഒരു റേറ്റ് അനുസരിച്ചാണ് ഇന്ന് ബലി കർമ്മങ്ങൾ പോലും നടത്തുന്നത്. അപ്പൊ അവിടെ ഇന്ന് ഇത്തവണ എന്ത് പറ്റി? ആ തിരുനെല്ലിയിൽ ഒറ്റ കുഞ്ഞില്ല, ആലുവ മണപ്പുറത്ത് ഒരു കുഞ്ഞില്ല. പിതൃക്കൾ പോലും നമ്മുടേത് വേണ്ടാന്ന് വെച്ചിരിക്കുക. കാരണം മനുഷ്യന്റെ പ്രകടനങ്ങളും പേക്കൂത്തുകളും ഈശ്വരന് പോലും മടുത്തു. എത്ര നാൾ നമുക്ക് ആളുകളെ പറ്റിക്കാൻ പറ്റും? ആ ഒരു സ്വയം വഞ്ചനയല്ലേ? നമുക്ക് നമ്മളെ പറ്റിക്കാൻ പറ്റില്ല. ഈശ്വരൻ അന്തർയാമിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഒരിക്കലും ആ ഒരു പറ്റിപ്പും ആരെ പറ്റിക്കുന്നു അത് സ്വയം പറ്റലിലോട്ട് ചെന്ന് ചേരും. അത് നമ്മൾ മറന്നുപോയി ഇല്ലേ? അങ്ങനെ ഇന്ന് എന്താണ് എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ക്ഷേത്ര ദർശനമില്ല, ക്ഷേത്രങ്ങളിൽ പൂജയില്ല. ഈ പറഞ്ഞവരെല്ലാം എന്താ ചെയ്യണത്? എല്ലാം ക്ഷേത്രം ഒന്ന് അവിടെ ഇരിക്കുന്ന മൂർത്തിക്ക് വേണ്ടി പൂജ ചെയ്യും പോലെ എന്തോ അവിടെ ചെന്ന് കാട്ടിക്കൂട്ടുന്നു. തിരിച്ചു അവരുടെ മനസ്സ് നിൽക്കുന്നുണ്ടോ? കാരണം അവർ ചെയ്തിരുന്ന ക്ഷേത്രത്തിലെ ശമ്പളം കൊണ്ട് അവരത് ജീവിച്ചിരുന്നവരാണ്. അത് തെറ്റെന്ന് പറയണില്ല. അവർക്ക് ആ ഒരു ശമ്പളം മാത്രമേ ഇന്ന് കിട്ടുന്നു. അവർക്ക് കിമ്പളം എന്ന് പറഞ്ഞ് മനുഷ്യർ കൊണ്ട് കൊടുക്കുന്നതിലായിരുന്നു കൂടുതൽ ശ്രദ്ധ. അപ്പോ ഇന്ന് ദൈവം നമ്മൾ ഇന്നീ കാണുന്ന ഇതിൽ നിന്ന് നമ്മൾ പറഞ്ഞ ഈ പാലിക്ക് സംഭവിച്ച പോലെ എന്താ, നമ്മൾ എത്ര ഉപാസകരാണെങ്കിലും ചില സത്യങ്ങള് ആ കണ്ണു തുറന്ന് കാണേണ്ട സമയം കഴിഞ്ഞു. അതായത് നമ്മളത് മറന്നു പോവുകയാണെന്ന് വെച്ചാൽ ആരെയും നമ്മൾ പറ്റിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ അന്തർയാമിയെ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് പൂജിക്കാൻ പറ്റും, നമ്മുടെ പിതൃക്കളെ നമുക്ക് തർപ്പണം ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് പറ്റില്ല? നമ്മൾ എന്തിനാ വേറൊരാളെ ആശ്രയിക്കുന്നത്? നമ്മൾ വേറൊരാളുടെ ദാസനായിട്ട് താഴെ നമുക്കതിന് പറ്റില്ല, നമുക്കതിന് ബുദ്ധിമുട്ടാൻ വയ്യ, നമുക്കത് അറിയില്ല എന്ന് പറയുക. നമ്മൾ ശൂദ്രനല്ല, നമ്മൾ ശൂദ്രൻ ജാതി കൊണ്ടാണ്. ശൂദ്രന് ബ്രഹ്മത്വം പറ്റും, ബ്രാഹ്മണനാവാൻ പറ്റും. അതുകൊണ്ടാണ് പൂണൂലിട്ട് ഈ ഒരു കുട്ടി ജനിക്കുമ്പോൾ അവൻ ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റില്ല. പൂണൂലിട്ട് കഴിഞ്ഞ് ആ ഉപനയനം കഴിയുമ്പോൾ അവന് ബ്രഹ്മത്വം കൊടുക്കുന്നു. കാരണം എന്താ? അവൻ ഗായത്രി ജപിക്കുന്നു അല്ലെ? ഗായത്രി മന്ത്രം അവനെ ത്രാണനം ചെയ്യാൻ, ജപിക്കുന്നവന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഗായത്രി ജപിച്ചപ്പോ അവൻ എന്താ? ബ്രാഹ്മണനായി. നമ്മളോ ഗായത്രിയേക്കാൾ ഉയർന്ന മന്ത്രം അല്ലേ നമ്മൾ ജപിക്കുന്നത്? അമ്മയുടെ മൂലമന്ത്രം. അപ്പൊ എങ്ങനെ നമുക്ക് നമ്മളൊരു ബ്രാഹ്മണൻ എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ ബ്രാഹ്മണനും ക്ഷത്രിയനും ഒക്കെ മാറുന്നത്? അല്ല, ഭക്ഷണം ഒരു സ്ഥൂല ശരീരത്തിന്റെ മാത്രം, അതിന്റെ ഒരു എസൻസ് ആണ് മനസ്സ്. എന്നാലും നമ്മൾ കർമ്മം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഉപനയിപ്പിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ പൂണൂലിട്ടവരാണ്, ഗുരുമന്ത്രമാകുന്ന പൂണൂല്. ഒരിക്കലും അതായത് ആ ഗുരു നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏത് ഉപാസനയും ശ്രദ്ധയോടെ ഭക്തിയോടെ സമർപ്പണത്തോടെ ചെയ്യുക. ഇതാണ് തത്വം. ശമ ദമം വിധി നിഷേധം എല്ലാം ഉപാസനയുടെ ചില വശങ്ങളാണ്. എന്താ ശമദമം? ചില കാര്യങ്ങൾ നമ്മൾ എന്താ ഉപരതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ അഷ്ടാംഗ യോഗത്തിൽ പറയണ പോലെ ചില കാര്യങ്ങൾ നമ്മൾ പാലിച്ചേ തീരൂ. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് മന്ത്രം കിട്ടി, പക്ഷെ ഞാൻ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ മന്ത്രം എടുക്കാൻ അയാള് എന്താ പറയാ യോഗ്യനല്ല. ചില കാര്യങ്ങൾ, ചില നിർദ്ദേശങ്ങൾ നമ്മൾ കൊച്ചുകുട്ടികൾക്ക് കൊച്ചു ക്ലാസ്സിൽ കൊടുക്കുന്ന പോലെ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ മാത്രമേ ഈ യോഗം ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്താ, മന്ത്രം ഉണ്ടെന്ന് നമുക്ക് എല്ലാവരോടും പറയാം, കണ്ണടച്ചിരുന്ന് കുറെ ABCD പറയുമ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ കുറെ കാര്യങ്ങൾ പറയാം, അത്രയേ ഉള്ളൂ. ഒരു മാറ്റവും മനസ്സിന് വരില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ ഉപാസനയുടെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിധി നിഷേധങ്ങളാണ്. ആ ഒരു കാര്യങ്ങൾ, ഒരു പരമ്പര പറയുന്ന നിർദ്ദേശങ്ങളെ നമ്മൾ അത് നിഷേധിക്കാൻ പാടില്ല, അനുസരിച്ച് പോവുക. ബാക്കിയുള്ളത് എന്ത് ചെയ്യുക? അക്സെപ്റ്റൻസ്. വിധിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ അല്ലാതെ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ എടുത്തു ചാടി പിടിക്കാൻ പറ്റുകയല്ല. നമുക്കത് ഇപ്പൊ കിട്ടണം, നാളെ കിട്ടണം എന്ന് പറഞ്ഞാൽ 9 മാസം തികയാതെ ഒരു കുഞ്ഞ് പറന്നാൽ അത് ചാപിള്ളയായി പോവും. അതിന് പ്രാണശക്തി കിട്ടില്ല, അതിന്റെ ലങ്സ് വീക്കാവും. അതിന്റെ ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ ശരീരവുമായിട്ട് ചേർന്ന് ഈ പ്രകൃതിയിൽ ജീവിക്കാൻ കഴിവ് വേണമെങ്കിൽ ആ കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ 9 മാസം കിടക്കണം. അതുപോലെ തന്നെയാണ് ഒരു ഉപാസന. ഇന്ന് കിട്ടി നാളെ കിട്ടുന്നതല്ല. എനിക്ക് കണക്ഷൻ കിട്ടുന്നില്ല, എനിക്ക് ഈശ്വരനുമായിട്ട് എന്താ സ്ഥാപിക്കാൻ പറ്റുന്നില്ല, എന്താ കാണാൻ പറ്റുന്നില്ല, ഇതൊന്നും ഒരു അർത്ഥമല്ല. നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നോ നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്. വെളിയിൽ പോയി കാണേണ്ടതല്ല. വെളിയിൽ പോയി കാണാം, ശരീരം ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് പോവാം. ഈ ആധ്യാത്മികത എന്ന് പറയണ ആ ബ്രഹ്മസത്വം നമ്മൾ എന്താ ഈ രാമായണത്തിലൂടെ നമ്മൾ എന്താ രാമനിലൂടെ കൃഷ്ണനിലൂടെ എത്തിയിട്ട് എന്താ ആ രാസക്രീഡ അവസാനം ഭഗവാൻ കാണിക്കുന്നുണ്ട്. അദ്ദേഹം അനേകം ഗോപികളുമായിട്ട് ഏകനായിരിക്കുന്ന കൃഷ്ണൻ തന്റെ ഈ പറഞ്ഞ 1008 പേരെ അവിടെ ആ ജയിലിൽ നിന്ന് നരകാസുരനെ വധിച്ച് മോചിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നു കൃഷ്ണന് 1008 ഭാര്യമാരുണ്ട്. എന്താ കൃഷ്ണന്റെ ഭാര്യമാര്? ഈ അഷ്ടപ്രകൃതികള്.
ആ കൃഷ്ണനാകുന്ന പരമാത്മാവിന്റെ 8 പ്രകൃതികൾ, പഞ്ചഭൂതങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അല്ലെ സൂര്യൻ, ചന്ദ്രൻ, ഞാൻ എന്ന് പറയുന്ന ബോധം. ഇതാണ് ഭഗവാന്റെ ആദ്യത്തെ 8 ഭാര്യമാര്. പിന്നെ ഉള്ള ഒരു 1008. ഈ ആയിരങ്ങളോ ഇൻഫിനിറ്റ് എന്നർത്ഥം. ഈ പറഞ്ഞ ഈ ഏകമായിട്ടുള്ള സത്യത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന ഓരോ വസ്തുവായിട്ട് തീർന്നതും ഭഗവാന്റെ ഭാര്യമാര്. അവിടെ ആണോ പെണ്ണോ ഭാര്യ പുരുഷൻ എന്നല്ല, അതുമായിട്ട് ഭഗവാൻ രമിക്കും. അതാ കാണിച്ചു തരുന്നത്. എല്ലാ ഗോപികമാരായിട്ടും ഒരേ കൃഷ്ണൻ, എല്ലാവരുടെയും ഉള്ളിൽ അന്തരാത്മ ദൃക്ക്, ആ ദൃക്കമായിട്ട് നിൽക്കുന്ന ആള് ദൃശ്യത്തെ നമുക്ക് കാണിച്ചു തരുന്നു. ദൃക്ക് ഉണ്ടെങ്കിലേ ദൃശ്യമുള്ളൂ. ആ ബോധം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കോമയിൽ കടന്നു കഴിഞ്ഞാൽ ദൃക്ക് നമുക്ക് കാണാൻ പറ്റില്ല, ദൃശ്യത്തെ കാണാൻ പറ്റില്ല. കാരണം അതിന്റെ ഒരു ഉപാധിയുണ്ട്, ബ്രെയിൻ എന്ന് പറഞ്ഞ്, ബുദ്ധി, മനസ്സ്, ഇത് നഷ്ടപ്പെട്ടു. ആ നമ്മുടെ ശിരസിലിരിക്കുന്ന ആ ബ്രെയിൻ സെന്ററിൽ എന്തെങ്കിലും ന്യൂറോൺ ഇല്ലാതായി കഴിഞ്ഞാൽ ആ ന്യൂറോൺ ആണ് നമുക്കൊരു എന്താ ഉപാധി, നമുക്ക് എന്ത് പ്രപഞ്ചത്തെ കാണാനും മനസ്സിലാക്കാനും അറിയാനും. അത് നശിച്ചു പോയാൽ ഈ പറഞ്ഞ സ്ഥൂല ശരീരത്തിൽ അത് ഇല്ലാതാകും. നമുക്ക് ദൃക്ക് അവിടെയുണ്ട്, ദൃശ്യവുമുണ്ട്. പക്ഷെ എന്താ, ബോധമില്ല. അതല്ലേ ബോധം കെട്ട് കിടക്കണമെന്ന് പറയുന്നത്, കാണാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളെ കാണിക്കുന്നതും പുറത്തു നിന്നുള്ള ആ അറിവ് നമുക്ക് കൊണ്ടുതരുന്നതും ചിന്തിക്കാൻ പറ്റുന്നതും ചിന്തിച്ച് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതും എല്ലാം എന്താ, ഈ ദൃക്ക്, ഈ ബോധം എന്ന് പറയുന്നത് ശരീരമാകുന്ന ഉപാധിയിലൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അതാണ് ആ പറഞ്ഞ ദക്ഷിണാമൂർത്തി ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ ആ ഒരു പട്ടണം, ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം, അന്തർഗതമാണ്. ഈ ബോധമുണ്ടെങ്കിലേ നമുക്ക് കാണാൻ പറ്റൂ. ഈ ബോധത്തെ കൃഷ്ണനായിട്ടോ രാമനായിട്ടോ അന്തർയാമിയായിട്ടോ ദേവിയായിട്ടോ നീ ഏത് നാമരൂപങ്ങൾ കൊടുത്ത് കണ്ടോളൂ. പക്ഷെ ഏകമായിട്ടുള്ള ഏകം സത്, അത് ഒന്നേ ഉള്ളൂ. പല രൂപങ്ങളിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. നമ്മുടെ വാസനകൾക്ക് അനുസരിച്ച് നമുക്ക് ഏതിനെ വേണമെങ്കിലും സ്വീകരിക്കാൻ എത്താം. നമുക്ക് രാസക്രീഡ, രാസം, ആ രാസക്രീഡ, ഭഗവാനുമായിട്ടുള്ള രാസക്രീഡ, ആ പരബ്രഹ്മ തത്വമായിട്ടുള്ള രസിക്കുക. രാസം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് എന്നാ പറയുന്നത്, ആ ഒരു അനുഗ്രഹം. അതായത് അതിനപ്പുറം ഒന്നുമില്ല. ആ തുരീയത്തില് നമ്മളെ ശിവശക്തി സംയോഗം കൊണ്ട് നമ്മുടെ 72,000 നാഡീ നരമ്പുകളിൽ ഒഴുകുന്ന ആ അമൃതത്വം, ആ അമൃത, അതാണ് രാസലീല, ആ രാസം. അത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് പറ്റില്ല. ജീവ ബ്രഹ്മ ഐക്യം നേടുക എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല. യോഗികള്, ആ യോഗി എത്രയോ ജന്മങ്ങളായിട്ട്, കോടി വർഷങ്ങള് ആ യോഗി ധ്യാനഗമ്യം, ആ യോഗികളുടെ ഹൃദയത്തിൽ ധ്യാനിക്കുന്ന ആ മഹാപദം, ആ ദേവിയുടെ പാദപത്മങ്ങള് സ്വീകരിക്കാൻ പറ്റുന്നെങ്കിൽ ഈ പറഞ്ഞ ഭൂമിയാകുന്ന ഏറ്റവും താഴത്തെ തലത്തില് ആകാശത്തിൽ നിന്ന് ഇരുന്ന നമ്മള് ഇന്ന് ഈ ഭൂമി എന്ന് പറയുന്ന ഏറ്റവും താഴെ ഗ്രോസ് ആയിട്ടുള്ള ഭൂമിയിൽ വന്നിരിക്കുക. അതിന് താഴെ ഇല്ല. അതിന് താഴെ പാതാളം മുതലുള്ള ലോകങ്ങളെ ഉള്ളൂ. അതിന്റെ ഒരു ഊർധ്വലോകം പോലും കടക്കാൻ പറ്റാത്ത നമ്മള് പെട്ടെന്ന് ഈ ഭൂമിയിൽ ഇരുന്ന് അമ്മയെ കാണണം എന്ന് പറഞ്ഞാൽ നടക്കുവോ? പറ്റും, തീർച്ചയായിട്ടും പറ്റും. എന്താ, പല തലങ്ങള്, ഊർധ്വലോകങ്ങൾ സഞ്ചരിക്കണം. ഈ പറഞ്ഞ ബ്രഹ്മലോകം, ഭൂവസുവ, സത്യലോകം, തപോലോകം, ജനലോകം എല്ലാം കടന്ന് ആ പാദപത്മങ്ങളിൽ ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുന്ന ആ ഒരു സൃഷ്ട പ്രപഞ്ചം, എത്രയോ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളെ കടന്ന് ആ സുധാസിന്ധുവിന്റെ മധ്യത്തിൽ നമ്മൾ ചെന്നെത്തണം. മഹാപത്മാടവി സംസ്ഥ, ആ മഹാപത്മാടവിൽ ശിരസിലിരിക്കുന്ന ആ പത്മങ്ങൾ, മഹാപത്മം എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന തലം. ആനയ്ക്ക് പറയാറുണ്ട് മഹാപത്മം എന്ന്. മഹാപത്മം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്വർണത്തിലുള്ള താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന, അവിടെ ഒരിക്കലും വാടാത്ത, ഒരിക്കലും ആ ഒരു തേൻ നുകർന്ന് മതിയാവാത്ത ആ ജീവനുകൾ എവിടെയാണോ ശാശ്വതമായിട്ടുള്ള ആ പാദപത്മങ്ങളിൽ രമിച്ച് സന്തോഷിച്ച് ആനന്ദമായിട്ട് കഴിയുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ പടിപ്പടിയായിട്ട് ഉയർന്നാലേ പറ്റുള്ളൂ. സാവധാനം, അതായത് ഈ തത്വങ്ങൾ അറിഞ്ഞിട്ട് ഓരോന്നും ആവശ്യമുള്ളത് ഉൾക്കൊണ്ട് മനസ്സിനെ സമചിത്തത നേടി ജപത്തിലൂടെ, ധ്യാനത്തിലൂടെ, വിഷ്വലൈസേഷനിലൂടെ ആ ചിത്തശുദ്ധി വരുത്തി ചിത്തത്തിൽ അമ്മയെ ഇരുത്തുക, അമ്മയെ കാണുക. ഇപ്പൊ രാത്രി സമയങ്ങളിൽ കുറച്ചു സമയം കിടക്കാൻ പോകുന്നതിന് മുമ്പേ നല്ലവണ്ണം അമ്മയെ കാണുക. അമ്മയുടെ കരചരണാദികള് ശിരസ് മുതൽ താഴെ വരെ കണ്ട് ആ വിഷ്വലൈസേഷൻ ഒരുപാട് നമ്മളെ ചിത്തശുദ്ധി ഉണ്ടാക്കും. അതിന് സംശയം വേണ്ട. ബിക്കോസ് നാമരൂപങ്ങളാണ് സൃഷ്ട പ്രപഞ്ചം. നമ്മളും നാമമാണ്, നമുക്കും രൂപമുണ്ട്, ഇല്ലേ? അതുപോലെ ദേവിയെ ജപിക്കുന്ന മന്ത്രത്തിന്, ഓരോ മന്ത്രത്തിനും ഓരോ ദേവതയുണ്ട്. ആ ദേവതയെ ഉള്ളിലിരുത്തി ജപിച്ച് ആ പറഞ്ഞ മോക്ഷപദത്തിലേക്ക് എത്തണമെങ്കിൽ എന്താ, അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കണം. മനസ്സിനെ അവിടെ കൊണ്ടുവന്ന് എത്തിക്കണം. അതിനാണ് നമ്മൾ ഈ രാമായണം പഠിക്കുന്നത്. ഈ കർമ്മകാണ്ഡത്തിൽ നമ്മുടെ പോസിറ്റീവ് കർമ്മങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ 14 ദിവസത്തോളമായി നമ്മൾ രാമായണം തുടങ്ങിയിട്ട് അതിന്റെ തത്വങ്ങൾ അറിഞ്ഞ് നമ്മൾ ഓരോ പടിയും ഉറച്ച് 16ാമത്തെ തത്വം കഴിഞ്ഞ് 17ഉം 18ാമത്തെ പടി ആ പറഞ്ഞ അയ്യപ്പ തത്വത്തിൽ എത്തണമെങ്കിൽ 5ന്റെയും അപ്പൻ, 5ന്റെയും ഇരിക്കുന്ന ആ മുകളിലിരിക്കുന്ന ആ ശിവ ശക്തി
ഐക്യത്തിൽ എത്തിച്ചേരാൻ നമുക്ക് പറ്റും. അതിന് നമ്മൾ ഓരോരുത്തരും നമ്മുടേതായിട്ടുള്ള എന്നെ കൊണ്ട് പറ്റുന്ന എഫേർട്ടെല്ലാം, അതാണ് ഞാൻ മനസ്സിന് ഈ പറഞ്ഞ മനസ്സ് നിയന്ത്രിക്കാൻ, മനസ്സിന് വിഷമം തോന്നുമ്പോഴെല്ലാം നമുക്ക് അശ്വാരൂഢ മന്ത്രം ജപിക്കാം, ഒരു തെറ്റുമില്ല. പക്ഷെ ആവശ്യമില്ലാത്തപ്പോ എടുക്കണ്ട. ഒരു ടെൻഷൻ വരുമ്പോ മാത്രം മതി. അത് ഓരോ മന്ത്രങ്ങളും എന്തിനാ, മനസ്സിനെ ത്രാണനം ചെയ്യാനാണെന്ന് മനസ്സിലാക്കി നമ്മുടെ പരമമായിട്ടുള്ള മന്ത്രം പഞ്ചദശിയാണ്. നമ്മുടെ ആധാര ചക്രങ്ങളുടെ മന്ത്രം ജപിച്ച് പഞ്ചദശി മാത്രമേ നമ്മൾ സ്ഥിരം ജപിക്കേണ്ടതുള്ളൂ. എപ്പോഴും ഒരു പ്രശ്നങ്ങൾ വരുന്നു, ഒരു ബ്ലോക്ക് വരുന്നു, ഈ ആവശ്യമുള്ള മന്ത്രങ്ങൾ എടുത്ത് ജപിച്ചോളുക. ജപിച്ചിട്ട് ആവശ്യം കഴിയുമ്പോൾ അത് വിട്ടേക്കുക. അല്ലാതെ എല്ലാ മന്ത്രങ്ങളും എടുത്ത് എപ്പോഴും ജപിച്ചാൽ ശരീരത്തിലെ എനർജി ലെവലിന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു പ്രോബ്ലം വരുമ്പോൾ ജപിക്കുമ്പോൾ നമ്മൾ അഴുക്ക് വന്ന് അടയുമ്പോഴത്തേക്ക് അഴുക്കിനെ കളയണം, ഇല്ലേ? അതുപോലെയാണ് വിഷമങ്ങൾ. ആ ദുഃഖത്തെ മാറ്റിക്കഴിഞ്ഞ് വീണ്ടും ഫ്ലോ ശരിയാവുമ്പോൾ പഴയത് മാത്രം ജപിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഈ പറഞ്ഞ തത്വങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇന്ന് വളരെ വിശേഷപ്പെട്ട ആവണി അവിട്ടമാണ്, ഈ പറഞ്ഞ പൗർണമിയാണ്, ഹയഗ്രീവ അവതാരമാണ്, ചന്ദ്രഗ്രഹണമാണ്. എല്ലാം കൊണ്ടും വളരെ വളരെ കർക്കിടക മാസത്തിലെ വിശേഷപ്പെട്ട ദിവസം ഈ നമ്മുടെ എല്ലാം ഉപാസ ദേവതയായിരിക്കുന്ന സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി, ആ മഹാഭട്ടാരിക, രാജരാജേശ്വരി, പരമേശ്വരി, ബിന്ദുമണ്ഡല വാസിനി, ശ്രീചക്ര സ്വരൂപിണിയായിരിക്കുന്ന അമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും ആ സാധനയില് ഉയർച്ച തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അനുഗ്രഹിക്കണമെന്ന് തന്നെ പറയാം. മന്ത്രം കൊടുത്താൽ അനുഗ്രഹിക്കാനുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ആ തലത്തിലോട്ട് എത്തിച്ചേരട്ടെ. നാളെ നമുക്ക് തീർച്ചയായിട്ടും ഹനുമാനെ ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് അടുത്ത കാണ്ഡത്തിലോട്ട്, അതായത് സുന്ദര കാണ്ഡത്തിലോട്ടുള്ള പ്രവേശനം ഹനുമാനെ ഒന്ന് പരിചയപ്പെട്ടിട്ടാവാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.